ശദ്രക് മേശാഖ് അബേദ്നെഗോവിന്റെ ദൈവം ദൈവം വലിയ ദൈവമാണെന്ന് പറഞ്ഞത് നെബൂഖദ്നേസർ രാജാവാണ്. ആ രാജാവിന് മനസ്സിലായി ഈ ബാലന്മാരുടെ ദൈവമാണ് ഏറ്റവും വലിയ. എന്താന്ന് ചോദിച്ചാൽ തീച്ചുളയുടെ നടുവിലിട്ടപ്പോഴും 7 മടങ്ങ് വർദ്ധിച്ചപ്പോഴും ആ തീച്ചുളയുടെ നടുവിൽ ഈ ബാലന്മാർ കിടക്കുമ്പോൾ രാജാവ് നോക്കി രാജാവിനെ നമസ്കരിക്കാഞ്ഞത് കൊണ്ട് ഇവരെ പിടിച്ച് തീച്ചുളയ്ക്ക് നടുവിലിട്ടു. ഇവര് തീർന്നെന്ന് കരുതി, രാജാവും കരുതി, മറ്റുള്ളവരും കരുതി. പക്ഷെങ്കിൽ ഇല്ല, 4-മനാകുന്ന ദൈവം അവിടെ ഇറങ്ങി വന്നിട്ട് അവരെ അവരുടെ തീയുടെ മണം അവരുടെ മുടിയിൽ പോലുമില്ല, തീയുടെ മണം പോലും അവർക്ക് ഉണ്ടായിട്ടില്ല. അന്നേരം ഈ രാജാവ് എന്നിട്ട് അതിശയത്തോട് പറയുന്നു, ഓ, നിങ്ങളുടെ ദൈവം വലിയ ദൈവമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അടിയങ്ങളുടെ ജീവിതത്തിലെ അടിയങ്ങളുടെയായ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരോട് പങ്കിടുവാൻ വേണ്ടി അടിയങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവനാമം മഹത്വത്തിനായി തീരുവാൻ എവരുടെയും പ്രാർത്ഥനയെ അപേക്ഷിച്ചു. എൻ്റെ പേര് തങ്കമ്മ തോമസ്. ഞാൻ റാന്നിയിലാണ് എൻ്റെ ഭവനം. അവിടെ ഒരു മർത്തോമ കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. എനിക്ക് 2 സഹോദരന്മാരും എന്നെ കൂടാതെ 2 സഹോദരിമാരും എനിക്കുണ്ട്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ യേശുവിനെ അറിയുകയും മർത്തോമ കുടുംബത്തിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ജീവിതം, ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. അങ്ങനൊരു വലിയൊരു ആത്മീയ ജീവിതം, ദൈവമായിട്ടൊരു ബന്ധം എൻ്റെ ബാല്യകാലത്തിൽ എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി, ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന നാൾ മുതൽ ഓരോ വീടുകളിൽ പോയി, വളരെ ദൂരം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോയി ഉപവസിക്കുകയും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു സ്കൂളിൽ അവധി കിട്ടുമ്പോഴെല്ലാം. അതുപോലെ തന്നെ എൻ്റെ ജീവിതം എനിക്ക് വളരെ താല്പര്യമായിരുന്നു സൺഡേ സ്കൂൾ പഠിപ്പിക്കുക. അങ്ങനെ സൺഡേ സ്കൂൾ ആദ്യം പഠിച്ചു, 10 വരെ പഠിച്ചു സൺഡേ സ്കൂൾ. അത് കഴിഞ്ഞ് ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കൊയറിൽ പാടുവാൻ ദൈവം കൃപ തന്നു. അത് കഴിഞ്ഞ് യൂത്ത് ലീഗും കഴിഞ്ഞ് വളരെ ദൂരമാണ് മർത്തോമ ചർച്ച്. അവിടെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ രാവിലെ 6 മണിക്ക് പോയാൽ തിരിച്ച് ഞാൻ വരുന്നത് ഒരു 5 മണിയെങ്കിലും ആകും. അങ്ങനെ ആയിരുന്നു എൻ്റെ ബാല്യകാലത്തെ എൻ്റെ ആത്മീയ ജീവിതം. അന്ന് മുതൽ എൻ്റെ യേശുവിനോട് പറ്റിയിരിക്കണം എനിക്ക് ആഗ്രഹമായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എഴുതിക്കൊണ്ട് പോകും. പക്ഷേ എങ്കിലും എനിക്ക് വളരെ വാഞ്ചയായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവത്തോട് അടുക്കണം, ഇതെന്താകണം എന്നുള്ളത് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. ഞാൻ എഴുതിക്കൊണ്ട് പോയി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ ഉപ്പാപ്പൻ്റെ ഭാര്യ ഞങ്ങളുടെ വീടിന് തൊട്ട് മേളിലായിട്ട് താമസിക്കുമ്പോൾ അവിടെ സഹോദരിമാരും അവരെല്ലാം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ചെറുപ്രായമാണ്. അന്നേരം ഞാൻ വീട്ടിൽ പറഞ്ഞു, എല്ലാവരും പാടുന്നു, പ്രാർത്ഥിക്കുന്നു, അവർ തന്നെ പ്രാർത്ഥിക്കുന്നു, പക്ഷെ എനിക്കൂടെ പ്രാർത്ഥിക്കാൻ പഠിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള വാഞ്ചയോട് ഞാൻ അവിടെ ഓടി മല കയറി അവരുടെ നടുവിൽ ചെന്നിരുന്നു. അവിടെ ചെന്നിരുന്നത് എനിക്കറിയാം എൻ്റെ ദൈവം എന്നോട് വളരെ ഇടപെട്ടു. ആത്മാവിൽ ആരാധിച്ച അന്യഭാഷ പ്രാപിക്കുകയോ ഒന്നുമല്ല, എങ്കിലും കൈയടിച്ച് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം എൻ്റെ വാ തുറന്നു. അതിനുശേഷം എവിടെയും ഏത് സമൂഹത്തും എവിടെയും ചെന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ചെറു ബാല്യ ജീവിതം ദൈവമായുള്ള ബന്ധം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം എനിക്ക് പ്രായമായതിനു ശേഷം എൻ്റെ 21ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹമായി. എൻ്റെ പഠനത്തിന് ശേഷം ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. നഴ്സിംഗ് പഠിച്ചതിന് ശേഷം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കയറി. ആ കയറിയ സമയത്തും അവിടെയും രാവിലത്തെ പ്രാർത്ഥനയ്ക്ക്, ഞാൻ നഴ്സിങ്ങിന് അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും കൂടുമ്പോൾ ഞാനാണ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. മൈക്ക് തരും, എല്ലാ സ്റ്റാഫും കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് അവരുടെ മധ്യത്തിൽ പ്രാർത്ഥിപ്പാൻ ആ കാലവും ദൈവം എന്നെ ഉപയോഗിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രം, ദൈവമാണ് എത്രത്തോളം എന്നെ കൊണ്ടുവന്ന് എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ശേഷം 21ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ജീവിതം മുൻപോട്ട് കുടുംബജീവിതത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അവിടെയും ദൈവത്തിന്റെ കരുണയായിരുന്നു. എൻ്റെ പേര് രാജു, ഒഫീഷ്യൽ പേര് തോമസ് മാത്യു എന്നാണ്. ഞാൻ റാന്നിയുടെ പ്രദേശത്ത് ജനിച്ചു വളർന്നു. പഠിത്തം പൂർത്തിയായ ശേഷം ഞാൻ രാഷ്ട്രത്തിലേക്ക് കടന്നു പോകാനിടയായി.
അവിടെ ചെന്ന ശേഷം എനിക്ക് 8 വർഷത്തോളം ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു. പറയാൻ റെയിൽവേയിൽ ഒരു ചെറിയ ജോലിയൊക്കെ ലഭിച്ചു. അനുഗ്രഹമായ ജീവിതം നയിക്കുകയായിരുന്നു. അതിൽ കൂടി അനുഗ്രഹയുടെ ജീവിതം പണിതെടുക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെയും ദൈവം അവസരങ്ങളെ നൽകി തന്നു. എൻ്റെ കുടുംബം പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഞാൻ മാർത്തമ ഭവനത്തിൽ ജനിച്ചു വളർന്നുവെങ്കിലും എൻ്റെ മാതാപിതാക്കൾ വളരെ പ്രാർത്ഥനാ വീരന്മാരായിരുന്നു. അവർ ബന്ധുക്കോസിലായിരുന്നെങ്കിലും ബന്ധുക്കോസ് ജീവിതമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ നാട് വിട്ട് രാജസ്ഥാനിൽ പോയതിനു ശേഷം 8 വർഷത്തോളം ഭവനത്തിൽ മടങ്ങി വരാതെ ജോലിയില്ലാതെ അവിടെ അലയുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരയുകയും എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുകയൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കടന്നു വന്ന 8 വർഷത്തിന് ശേഷം കടന്നു വന്ന സമയത്ത് മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് എനിക്കവിടെ കാണുവാൻ പറ്റിയത്. ആ രംഗം എന്നെ വളരെ വേദനിപ്പിച്ചു. അതിനുശേഷം വീണ്ടും രാജസ്ഥാനിൽ കടന്നുപോയി. ആ ജോലിയിൽ പിന്നെ വ്യാപൃതനായിരിക്കാൻ ദൈവം സഹായിച്ചു. പലവിധമായ തിക്താനുഭവങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെയും ജീവിതത്തിൽ കടന്നു വന്നു. അതിലൊക്കെയും ദൈവം പരിപാലിച്ച കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 8 വർഷത്തിന് ശേഷം നാട്ടിൽ കടന്നു ചെന്ന് കഴിഞ്ഞ ശേഷം എൻ്റെ വിവാഹം നടക്കുകയും കുടുംബമായി ഞങ്ങൾ രാജസ്ഥാനിലേക്ക് വീണ്ടും തിരിച്ചുപോയി. അവിടെ ജോലിയിൽ വ്യാപൃതനാകാനൊക്കെയും ദൈവം ഇടയാക്കി. ദൈവത്തെ നാം മഹത്വമായി തീരട്ടെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബമായിട്ട് രാജസ്ഥാനിലേക്ക് 1985 മാർച്ച് മാസം 7-ാം തീയതിയാണ് ഞങ്ങളുടെ വിവാഹം കഴിയുന്നത്. അതിനുശേഷം ഞങ്ങൾ 2 ആഴ്ചയോളം നാട്ടിൽ നിന്നും അതിനുശേഷം ഞങ്ങൾ രാജസ്ഥാനിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ യൗവനകാലം മുതൽ എനിക്കൊരു ജോലിക്കാരൻ വേണം. എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ജോലി വേണം, എനിക്ക് വടക്കേ ഇന്ത്യ പോകണം എന്നൊക്കെ വളരെ ആഗ്രഹമായിരുന്നു. പക്ഷെ അതെല്ലാം എനിക്ക് സാധിച്ചു. എങ്കിലും എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ജോലിക്കാരനോടായപ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷമായി, വളരെ ആശയുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ഞാൻ സ്വപ്നം കണ്ടാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കടന്നുപോയി. ഇങ്ങനെ യാത്രയിലായിരിക്കുന്ന സമയത്ത് ഞാൻ രാജസ്ഥാനിലെ റൂം അവിടെ സ്റ്റേഷൻ അടുക്കുന്നതിന് മുമ്പേ ഞാൻ ഈ അച്ഛനെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അച്ഛൻ്റെ കവിൾത്തടത്തിൽ കൂടി കണ്ണുനീരൊഴുകുന്ന ഞാൻ കണ്ടു. എനിക്കൊന്നും അറിയത്തില്ല സമയം. എനിക്കിതേ ഉള്ളൂ, ജോലിക്കാരന് റെയിൽവേയിലെ ജോലിയാ, നന്നായിട്ട് ജീവിക്കാം, എൻ്റെ ആശയെല്ലാം സാധിച്ചല്ലോ, എൻ്റെ സ്വപ്നമെല്ലാം അത് നിറവേറിയല്ലോ എന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക്. പക്ഷെങ്കിൽ ആ കണ്ണുനീര് കണ്ട് ഞാൻ അന്നേരം ഒന്നും ചോദിച്ചില്ല. ഞാൻ ഇങ്ങനെ അടക്കി ഇങ്ങനെ സന്തോഷിച്ച് ഞാനിങ്ങനെ, പക്ഷെ കണ്ണുനീര് കാണുമ്പോൾ എനിക്ക് വേദനയുണ്ട്. കരയുന്നു എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ റൂം അടുക്കും തോറും, സ്റ്റേഷൻ അടുക്കും തോറും വേദനയായിരുന്നു അച്ഛന്. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ റൂമിൽ ചെന്ന് ആ റൂം കണ്ടപ്പോഴേ, അവിടുത്തെ സാഹചര്യങ്ങൾ ഞങ്ങൾ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, എൻ്റെ ആ ചെറുപ്രായത്തിൽ എനിക്ക് മനസ്സിലായി കരഞ്ഞത് ഇതാണല്ലോ എന്ന്. ഞാൻ ആശിച്ചതിലും ഞാൻ ആഗ്രഹിച്ചതിലും ഞാൻ പ്രതീക്ഷിച്ചതിലും എല്ലാം വിപരീതമായിട്ട് എൻ്റെ ജീവിതത്തിലെ ആ നിമിഷങ്ങൾ കഴിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ രാജസ്ഥാൻ പ്രദേശത്തേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത്. അന്നേരം കൂരറിലായിരുന്നു. ശമ്പളമോ കടഭാരം കൊണ്ട് 8 വർഷം ജോലിയില്ലാതെ കടഭാരങ്ങളാൽ നേറി. പിന്നെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ശമ്പളമായിട്ടൊന്നുമില്ല, ജോലി ആരംഭിച്ചതേ ഉള്ളൂ ഞാൻ കടന്നു ചെല്ലുമ്പോൾ. അന്നേരം 234 രൂപ ശമ്പളം. ആ ശമ്പളത്തിൽ കൂടി ചെറിയൊരു റൂം, കിടക്കാൻ ഒരു കട്ടിലില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഒരു പ്ലേറ്റ് ഞങ്ങൾ ആഹാരം കഴിക്കും. അങ്ങനെ ഞങ്ങളുടെ ജീവിതം. പക്ഷെ എങ്കിലും വെറുവെറുപ്പാനോ ഒന്നിനും എനിക്ക് തോന്നുന്നത് എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട് 4-ാം വാക്യത്തില്, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയുണ്ട്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. കൂരിലുള്ള ജീവിതം പിന്നെ മുന്നോട്ട്, ആ കൂരിലുള്ള മുന്നോട്ടങ്ങ് നീളുകയായിരുന്നു. അതിനൊരു സമാപ്തി വന്നത് ചില നാളുകൾക്ക് ശേഷമാണ്. ഞാൻ മർത്തോമ കുടുംബത്തിലായിരുന്നു. ആ ആത്മീയ ജീവിതത്തിൽ കൂടി എൻ്റെ ജീവിതം മുൻപോട്ട് പോയി. പക്ഷെങ്കിൽ എനിക്കെന്നാലും കലയോട് വളരെ താല്പര്യമായിരുന്നു. അവിടെ ഒരു നാടകമായാലും എന്തിനായാലും എനിക്ക് ചേരണം, എനിക്കതിലായിരിക്കണം, ഏത് കാര്യത്തിനും എനിക്ക് മുൻപിൽ നിൽക്കണമെന്ന് വളരെ ആഗ്രഹമുള്ളവളായിരുന്നു ഞാൻ. അങ്ങനെ അവിടെ ഒരു പെന്തിക്കോസ്തുകാരൻ അപ്പച്ചനുണ്ടായിരുന്നു.
ഞാൻ എൻ്റെ വീടിനടുത്തായിട്ട്. അന്നേരം അപ്പച്ചൻ ഞാൻ എപ്പോഴും പോകുമ്പോഴേ എന്നെ എപ്പോഴും കളിയാക്കാൻ, അത് എൻ്റെ വായിലെ കേൾക്കാൻ വേണ്ടി പറയുന്നത്, എന്നെ ഇരുന്നുകൊണ്ടിരുന്ന് ഓരോന്ന് പറയുന്നതാ, സന്തോഷം കൊണ്ട് സ്നേഹം കൊണ്ടും പറയുന്നതാ. നിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകും, നിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകും. പെന്തിക്കോസ്തുകാരൻ അപ്പച്ചനാ. പക്ഷെ എനിക്കിത് കേൾക്കുന്നതേ ഇഷ്ടമല്ല. എനിക്ക് കേൾക്കുന്ന ഇഷ്ടം, അപ്പച്ചനെ കാണുന്നതേ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ദേഷ്യമായി അപ്പച്ചനെ കാണുന്നത്. അങ്ങനെ ആയിരുന്നപ്പോൾ അവിടെ ഒരു നാൽക്കവലയാണ്. ആ നാൽക്കവലയില് അവിടെ ക്ലബ്ബുണ്ട്. ക്ലബിന്റെ ആകുന്ന ഒരു ഫംഗ്ഷൻ നടന്നു. അന്നേരം ഓരോ എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും മുതിർന്നവരും എല്ലാവരും ഓരോ കാര്യങ്ങൾ പരിപാടിക്ക് അവിടെ ഏറ്റു കഴിഞ്ഞപ്പോൾ അന്നേരം എന്നോട് ചോദിച്ചു, തങ്കമ്മ എന്താ ചെയ്യുന്നത്? അന്നേരം എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു, എനിക്ക് പെന്തിക്കോസ്തുകാരൻ ഈ അപ്പച്ചനെ, പെന്തിക്കോസ്തുകാരെയല്ല, എനിക്ക് ഈ അപ്പച്ചനെ കളിയാക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഈ അപ്പച്ചനെ കളിയാക്കിയിട്ടുള്ളൂ. അന്നേരം ഓരോരുത്തരും ഓരോ കാര്യം ഏറ്റപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മിമിക്രി എന്നാന്ന് അറിയത്തില്ല, എനിക്ക് അങ്ങനെ ഉള്ളൂന്ന് യാതൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ അപ്പച്ചനെ എനിക്ക് കളിയാക്കണം, എനിക്ക് ആ മിമിക്രി, എൻ്റെ പേര് മിമിക്രിക്ക് എഴുതാൻ പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ പേര് മിമിക്രിക്ക് എഴുതി. അങ്ങനെ മൈക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ. അന്നേരം ഓരോ കാര്യങ്ങൾ ഓരോ പരിപാടി കഴിയും തോറും ഓരോരുത്തരെ വിളിച്ച് അവർ പോയി കഴിയുമ്പോൾ ലാസ്റ്റിൽ എൻ്റെ പേര് വിളിച്ചു, തങ്കമ്മ മിമിക്രി കാണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങോട്ട് ചെന്ന് ആ മൈക്കിൻ്റെ അവിടെ മണല മൊത്തം, ആ കല്ലും മണലും ഉള്ളിടത്ത് എൻ്റെ മുട്ട് കുത്തി ഞാൻ അവിടെ നിന്നേച്ച് കൈ അടിച്ചിട്ട് ഒരു 5-6 തുള്ളൽ ഗ്ലോറി ഹല്ലേലൂയ പറഞ്ഞ് പ്രൈസ്തലോട് പറഞ്ഞു, ഞാനിത് പെന്തിക്കോസ്തുകാരെ കളിയാക്കുന്നതാണ് എൻ്റെ മിമിക്രി എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു വെച്ച് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇതെല്ലാം അപ്പച്ചന് തൊട്ട് മേളിലായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പച്ചന് വളരെ വേദന ഉണ്ടായി. പെട്ടെന്ന് കാട്ടുതീ പടരുന്നത് പോലെ പെന്തിക്കോസ്തുകാർ നടുവിലേക്ക് അവരുടെ ഓരോ കുടുംബങ്ങളിലേക്ക് ഈ വാർത്ത പരന്നു. എന്നടുത്ത തങ്കമ്മ പെന്തിക്കോസ്തുകാരെ കളിയാക്കുന്നു, അവള് മിമിക്രി കാണിച്ചു എന്ന് പറഞ്ഞ്. അന്നേരം ആയി കേട്ടവർക്കെല്ലാം വളരെ വേദന ഉണ്ടായെങ്കിലും പക്ഷെ എനിക്ക് സന്തോഷം, അപ്പച്ചനെ ഒന്ന് കളിയാക്കാൻ പറ്റി. പെന്തിക്കോസ്തുകാരെ അല്ല, അപ്പച്ചനെ എനിക്കൊന്ന് കളിയാക്കാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷം. പക്ഷേ ദൈവമക്കളുടെ ഹൃദയത്തിൽ വളരെ വേദന തട്ടി. അന്നേരം ഓരോരുത്തരും പറഞ്ഞു, യാതൊരു കുഴപ്പവുമില്ല, ഇന്ന് അവൾ കളിയാക്കിയെങ്കിൽ നാളെ അവൾ ഈ അനുഭവത്തിൽ കടന്നു വരുമെന്ന് പറഞ്ഞു. അങ്ങനായിരുന്നു എൻ്റെ മുൻപോട്ടുള്ള ജീവിതം നയിച്ചത്. അങ്ങനെ കലാപരമാകുന്ന ഒരു ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ പോയി അങ്ങനെ ഇരുന്നപ്പോഴേ അവിടെ ഒരു നാടകം, കത്തോലിക്ക പള്ളിയിലെ ഈ നാൽക്കവലയിൽ തന്നെ ക്ലബിന്റെ ആകുന്ന ഒരു നാടകം, അതിന് പലരുടെ പേര് പറഞ്ഞെങ്കിലും ആരും പോയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പേര് അതെന്ന് പറഞ്ഞാൽ 6 മാസം റിഹേഴ്സൽ ചെയ്ത് അങ്ങനെ നടത്തുന്ന ഒരു നാടകം. അതുപോലെ വലിയൊരു നാടകമായിരുന്നു. അതിന്റെ പേര് നക്ഷത്രവിളക്കെന്ന. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അത് മറക്കാൻ കഴിയത്തില്ല. അതിനകത്ത് ഞാനൊരു പാവം പിടിച്ച വീട്ടിൽ ഒരു പെൺകുട്ടിയായിട്ട് എൻ്റെ പേരിൽ അന്ന് ലിസ്സിന്ന് അതിനകത്ത് ഇട്ടു. അങ്ങനെ ഞാനും എൻ്റെ പപ്പായും ഉണ്ട് അതിനകത്ത്, ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. അങ്ങനെ വലിയൊരു നാടകം, മണിക്കൂറുകളോളം നീണ്ടുന്ന നാടകത്തിൽ ഞാൻ അഭിനയിച്ചു. അത് കഴിഞ്ഞ വീണ്ടും കത്തോലിക്ക പള്ളിയിലെ അവിടെയും അതുപോലെ തന്നെ ഈ നക്ഷത്രവിളക്കെന്ന് പറഞ്ഞ നാടകം അവിടെയും ഞാൻ നന്നായിട്ട് അഭിനയിച്ചു. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നത്. അങ്ങനെ കലാപരമാകുന്ന ജീവിതത്തിൽ അങ്ങനെ 2 നാടകം കാണിക്കുവാനും, അങ്ങനെ ആ സമയത്ത് തന്നെ എനിക്ക് മർത്തമ പള്ളിയിലെ എല്ലാ കാര്യത്തിനും മുന്നിലുണ്ട്. ആഷിംഗ് സോങ്, പിള്ളേരെ പഠിപ്പിക്കുക, പിള്ളേരുടെ ഓരോന്ന് കാണിക്കുക, പിന്നെ യൂത്ത് കോയറിലെ എല്ലാ കാര്യത്തിലും അവിടെയും ഞാനുണ്ട്. പക്ഷെ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് ഞാൻ. അങ്ങനെ ആയിരുന്നു എൻ്റെ ബാല്യകാലം, എൻ്റെ യൗവനകാലം മുന്നോട്ട് കഴിച്ചു കൂട്ടിയത്. ഞങ്ങൾക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നു, ഒരു മോനെ ഒരു മോളെയും. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം അങ്ങനെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ടും ഒരു ആത്മീയ ജീവിതത്തിലൊന്ന് ഉയരുവാന് ഒരു കാരണവും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ആരാധനാലയമില്ല, ആരാധനയില്ല, ഒരു കൂട്ടായ്മയില്ല, ആരുടെയും ഇല്ല. കത്തോലിക്കക്കാരുടെയോ മർത്തോമക്കാരുടെയോ യാക്കോബക്കാരുടെയോ ഒരു പെന്തിക്കോസ്തുകാരുടെയോ ആരുടെയും ആകുന്ന ഒരു ആരാധന അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി വന്നിരുന്ന് ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് കത്തോലിക്കക്കാർ അവരുടേതും യാക്കോബക്കാർ അവരുടേതും മർത്തോമക്കാർ അവരുടേതാകുന്ന രീതിയിൽ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അങ്ങനെ അവിടെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മർത്തോമ ഇതിൽ ഞാനും വേറൊരു ബ്രദറും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാൾ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വളരെ വേദന തട്ടി. ഇങ്ങനെ പോയാൽ എങ്ങനെ ആത്മീയമായിട്ട് ഒരു വിധത്തിലും ഒന്നും പറ്റത്തില്ലല്ലോ എന്നുള്ള വേദന. എന്നുവെച്ചാൽ ഒരു മെസ്സേജ് ഇല്ല അവിടെ തിരുവചനം കേൾക്കാനില്ല, അവിടെ ഒരു പാട്ടില്ല, ഒരു പാട്ട് പാടും, അത് മാത്രമേ ഉള്ളൂ. അത് കാരണം പിന്നെ ഞങ്ങൾ അതിലേക്ക് പോയിട്ടില്ല. പിന്നെ പോയിരുന്ന ദൈവസന്നിധിയിൽ തന്നെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ എങ്ങനെ ആകണം, ദൈവമേ, ദൈവം എന്ത് സംസാരിക്കുന്നോ, ദൈവം എവിടെ പോകാൻ ഞങ്ങളോട് പറയുന്നു അവിടെ ഞങ്ങൾ പോയിരിക്കും. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചില നാളുകൾ മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഞങ്ങളുടെ മനസ്സിനോട് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നപ്പം പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിച്ചു, സ്കൂളിൽ പോകണം,
അങ്ങനെ ഞങ്ങള് അവിടെ ഒരു കൂട്ടായ്മയ്ക്ക് വേറൊരു വ്യക്തിയുമായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കൂട്ടായ്മയ്ക്കായിട്ട് അവിടെ കടന്നു ചെന്നു. നിങ്ങൾ ചോദിച്ചു ഞങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞു, വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കൂട്ടായ്മ അവിടെ എങ്ങനെ തുടങ്ങുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആരാധിച്ച് അതൊരു പെന്തിക്കോസ്തുകാരുടെ ഒരു ആരാധന പോലെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾ ഉറങ്ങാതിരുന്ന് വെളുപ്പിന് 5 മണി വരെയും ഇന്ന് രാത്രി മൊത്തം ഞങ്ങൾ പ്രാർത്ഥിച്ച ദിനങ്ങൾ അന്നുണ്ട്. അന്നേരം ദൈവം ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇവിടുത്തെ ഞങ്ങളുടെ ജീവിതത്തിലും വലിയൊരു സന്തോഷം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെ ഇല്ലാത്തൊരു അനുഭവം ദൈവം ജീവിതത്തിൽ തന്നല്ലോ. ഒരു രാത്രിയുടെ പ്രാർത്ഥന സർവ്വനേരം കിട്ടുന്ന സമയങ്ങളെല്ലാം ഞങ്ങൾ പ്രാർത്ഥന കൂടിയിരുന്ന് ഞങ്ങൾ പോകും, പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഒരു ദൈവദാസൻ വന്നു. അന്ന് വന്നപ്പോഴേ ഒരു പാസ്റ്റർ കടന്നു വന്നത് അന്നേരം പറഞ്ഞു, നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു 3 ദിവസത്തെ പ്രാർത്ഥന വെക്കാം എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന വെക്കാമെന്നെല്ലാം സമ്മതിച്ചകൾ കടന്നു പോയെങ്കിലും ചിലപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവന് ശകലം പോലും ഇഷ്ടമല്ലായിരുന്നു. പോകണം, പ്രാർത്ഥിക്കണം, അതെല്ലാം ഇഷ്ടമാണ്. പക്ഷെ പെന്തിക്കോസ്തിലെ ആ ഒരു ഒരു അനുഭവത്തിലേക്ക് വരുന്നത് ശകലം പോലും ഇഷ്ടമല്ലായിരുന്നു. അന്നേരം രാത്രി ഞാൻ ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ റൂമിലേക്ക് കടന്നു പോയപ്പോൾ വളരെ എന്നോട് കോപിച്ചു. നാളെ 2-3 ദിവസം കഴിയുമ്പോൾ വീട്ടിലേക്ക് ഒരു പ്രയർ വെച്ചിരിക്കാം, നമുക്ക് ഫാസ്റ്റിംഗ് പ്രയർ വെക്കാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം ഇങ്ങനെ ഒന്ന് ആരാധിക്കാൻ. അതുവരെ ഞങ്ങൾ മർത്തമാലായിരുന്നപ്പോഴൊക്കെ ഇതുപോലെ ഇരുന്ന് ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ അന്യഭാഷ അടയാളമില്ലായിരുന്നേ ഉള്ളൂ. ഹല്ലേലൂയ പറയുകയോ ഞങ്ങൾ അതുപോലെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത അനുഭവം. അതിനുശേഷം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷം. ദൈവമായിട്ട് ഒന്നുകൂടെ അടുക്കാനും ദൈവമായിട്ട് ഒരു ബന്ധത്തിലേക്ക് അടുക്കുവാനും ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവനെന്ന് അറിയാമെങ്കിലും എന്നാലും പെന്തിക്കോസ്തുകാരോട് വളരെ വിരോധമായിരുന്നു. അങ്ങനെ ഞങ്ങള് വീട്ടിലെ രാത്രി 12 മണിയായപ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് ഞങ്ങളെ റൂമിന്റെ പതുക്കെ ചെന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു പാസ്റ്ററും വരണ്ട, ഇവിടെ ഒരു പ്രയറും വെക്കണ്ട, ഇവിടെ ഫാസ്റ്റിംഗ് പ്രയറും വേണ്ട, ഒന്നും വേണ്ട, ഇവിടെ പെന്തിക്കോസ്തി പോവുകയും വേണ്ട, തുള്ളുകയും വേണ്ട. ഇങ്ങനെയൊക്കെ ഈ വാക്കുകൾ എന്നോട് വളരെ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യേ, ഇപ്പോൾ നീ പറ, അല്ലെ ഇവിടെ പ്രയർ വെക്കുവാണെങ്കിൽ ഞാൻ പോകും, ഞാൻ പോയി മരിക്കും, അല്ലെങ്കിൽ നീ പോകണം എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് വളരെ വേദന തട്ടി. ആരുണ്ട്? അർദ്ധരാത്രി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ റൂം തുറന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് കിടത്തി വെച്ച് ആ രാത്രിയുടെ യാമത്തില് പാ വിരിച്ച് അവിടെ ഇരുന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ ഫാസ്റ്റിംഗ് പ്രയർ വെച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഒന്നാമത് അങ്ങനെ എനിക്ക് വളരെ വേദന തട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രാത്രിയുടെ യാമം മൊത്തം ദൈവത്തോടിരുന്ന് കരഞ്ഞു. ചെറുതല്ല, ഉറച്ചു തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പ എന്ത് ചെയ്യും, ഒരു രൂപാന്തരം തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് എന്റെ മിടുക്കൊണ്ട് കഴിവുകൊണ്ടൊന്നുമില്ല, സ്വർഗത്തിലെ ദൈവം അത് കേട്ടിട്ട് ആ രാത്രി മൊത്തം ഉറങ്ങാതെ അച്ഛനും ആ കട്ടിലേക്ക് കിടക്കുകയായിരുന്നു. എന്റെ പ്രാർത്ഥന കഴിഞ്ഞ ഒന്നും ഒന്നും ചെയ്തില്ല. കോപിഷ്ഠനായിട്ട് രാത്രിയുടെ യാമം കിടന്നെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ എന്റെ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പോയി അവധി എടുക്കാൻ പോവാ, ഞാനും പ്രാർത്ഥിക്കാതിരിക്കാൻ നമുക്ക് പ്രയർ വെക്കാവുന്ന. എന്റെ ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. അങ്ങനെയാണ് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ കാലുവെക്കുന്നത്. അങ്ങനെ പോയി 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ വീട്ടിൽ വെച്ചെങ്കിൽ പോയി 10 ദിവസത്തേക്കുള്ള അവധി ചുട്ടിയും എടുത്തുകൊണ്ട് കടന്നു വന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു പെന്തിക്കോസ്ത് ആരാധന പോലെ തന്നെ ഞങ്ങള് ദൈവത്തോട് അടുക്കാൻ ഞങ്ങൾ തുടങ്ങി. അച്ഛനും അതുപോലെ തന്നെ ആ സമയത്ത് ജോലിയും ചെയ്യുന്നുണ്ട്, കർത്താവിന്റെ വേലയും ചെയ്യും. ഞങ്ങൾക്ക് വളരെ താല്പര്യമായിരുന്നു കർത്താവ്. എനിക്ക് വളരെ താല്പര്യമായിരുന്നു കർത്താവിന്റെ വേല ചെയ്യണമെന്നും ദൈവത്തിന് വേണ്ടി എന്തും ആകണമെന്നും എനിക്ക് വളരെ താല്പര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ മൊത്തമായിട്ട്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നമുക്ക് എൻ്റെ ബാല്യകാലത്തോ യൗവനകാലത്തോ ഇവിടെ വന്നതിന് ശേഷമോ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എങ്കിലും അങ്ങനെ പിന്നെ അങ്ങനെ പ്രാർത്ഥന ആ 3-ാമത്തെ ദിവസം 3 ദിവസം വീട്ടിൽ വളരെ സന്തോഷകരമായിട്ട് അതുവരെ അനുഭവിക്കാത്ത ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ അനുഭവിച്ചു. ആത്മാവിൽ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ദൈവദാസൻ വന്ന് ദൂത് പറയുന്നത് കേട്ടും അത് ഏറ്റെടുക്കാനും ദൈവത്തോട് വളരെ അടുക്കുവാനും ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തോട് അടുക്കുവാനും ആ ഒരു സാഹചര്യത്തെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അന്ന് ഒരുക്കി. അന്ന് ആ ദൈവദാസൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ഒരു അസുഖം ഉണ്ടാകും എന്ന് എന്നോട് പറഞ്ഞു. സഹോദരി, ഒരു അസുഖം ഉണ്ടാകും, പക്ഷെ അത് പ്രാർത്ഥനയിൽ കൂടി മാത്രമേ അതിന് വിടുതൽ ഉണ്ടാകുകയുള്ളൂ. മരുന്നെടുത്ത് ജീവിതകാലം മൊത്തം മരുന്നെടുക്കേണ്ടതായിട്ട് അതിന്റെ വിടുതലില്ലെന്ന് പറഞ്ഞു. ആ ഏതൊരു വിഷയം ഒരു ദൈവദാസം പറഞ്ഞാലും ദൈവവചനത്തിലുള്ള സംസാരിച്ചാലും ഒരു സ്വപ്നം കണ്ടാലും ദൈവം ഒരു അരുളപ്പാട് തന്നാലും എന്ത് തന്നാലും അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു ദൗത്യമായിരുന്നു. അത് ഞാൻ ഏറ്റെടുക്കും. എന്നുവെച്ചാൽ ദൈവമാ സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ സംസാരിച്ചാലും ഒരു ദൈവദാസൻ സംസാരിച്ചാലും തിരുവചനം സംസാരിച്ചാലും പ്രാർത്ഥനയിൽ കൂടി എന്തെങ്കിലും ആരിലും സംസാരിച്ച ആ ഒരു വാക്ക് വന്നാലും അതെന്റെ ജീവിതത്തെ ഞാൻ ശോധന ചെയ്തിട്ട് ഞാൻ നോക്കുമായിരുന്നു. ഇത്
അത് ഞാൻ ഏറ്റെടുക്കും, എനിക്ക് വേണ്ടത് ഞാൻ ഏറ്റെടുത്തിട്ട് ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുമായിരുന്നു. ആ ദൈവദാസൻ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ഏറ്റെടുത്ത രാജസ്ഥാനുള്ള ദൈവസഭയോടും പറഞ്ഞു. ഞങ്ങൾ കൂടി വരുന്ന അവിടെയുള്ള ജനങ്ങൾ, അപ്പോഴത്തേക്ക് എനിക്ക് ആൾക്കാർ കുറച്ച് പേരായി. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു സഹോദരിയെ ദൈവം കൂട്ടായിട്ട് തരണം. എന്നാ വേറെ ആരുമില്ലല്ലോ അവിടെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു സഹോദരിയെ കൂട്ടായിട്ട് തന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബവും ഞങ്ങളും എങ്ങനെ അങ്ങ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ ഇതെല്ലാം കഴിഞ്ഞാൽ ഞാൻ പാസ്റ്റർ ചോദിച്ചു, പാസ്റ്ററെ എന്തോ രോഗമാണ്? ഞാൻ ഓർത്ത് എനിക്ക് വലിയ മാരക രോഗം വല്ലതും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ അല്ല, ആസ്മയുടെ അസുഖം ഉണ്ടായാൽ അതിന് ഒരിക്കൽ പോലും അതിന് മരുന്നെടുക്കാൻ തുനിഞ്ഞേക്കരുത്, പ്രാർത്ഥനയിൽ കൂടി മാത്രം കർത്താവ് വിടിവിക്കുമെന്ന് പറഞ്ഞു. അത് എൻ്റെ ഉള്ളിൽ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കും. ദൈവം വിശ്വസിച്ചു. കാര്യം വെച്ചാൽ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ കുടുംബത്ത് പ്രാർത്ഥിച്ച് പല അത്ഭുതങ്ങളും ആ നിമിഷം തന്നെ മർത്തമാലായിരിക്കും തന്നെ മർത്തമ ഉപദേശിയുമായിട്ട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പല അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ വളരെ 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 ആ നിമിഷം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഞാൻ കണ്ടിട്ടുള്ളവളാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു അസുഖം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഭാരമായിരുന്നു. കുഞ്ഞുങ്ങളും വളർന്നുകൊണ്ടിരുന്നു, അവരും പഠനത്തിലേക്ക് കയറി. അങ്ങനെ ആ ഒരു കാലയളവായിരുന്നു. അവരും ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം രാത്രിയുടെ യാമങ്ങൾ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണേലും അവരും അത് ചെയ്തുകൊണ്ടിരുന്നു. നാളുകൾക്ക് ശേഷം ഈ രോഗം എനിക്ക് നേരിട്ടു. കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ദൈവം എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വാക്കിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. ഞങ്ങൾ സഭയായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് എനിക്ക് അതിന് ഒരു സൗഖ്യം തന്നു. അതിനുശേഷം ഞങ്ങളുടെ അവിടുത്തെ ദൈവദാസിയുമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഫാസ്റ്റിംഗ് എടുക്കാൻ ആഗ്രഹിച്ചു. അന്നേരം എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ 3 ദിവസം വരെ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തിട്ടുള്ളൂ. എനിക്ക് ചില ദിവസങ്ങൾ ഇരിക്കണമെന്നുള്ള വളരെ താല്പര്യമായിരുന്നു. 3 കൂടുതൽ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ഈ രോഗത്തിന് ദൈവത്തിലുള്ള ശമനം തന്നു. അതും കർത്താവിനും അടുക്കും തോറുമുള്ള വാഞ്ചയും കാരണം ആ ദൈവദാസൻ പറഞ്ഞ, മാമ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇതുപോലെ 40 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കാൻ പോവാ. മാമ ഇരിക്കുന്നതിനോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഹൃദയത്തിൽ വളരെ താല്പര്യം. ഞാൻ വീട്ടിൽ നിന്ന് അച്ഛനോട് പറഞ്ഞ, അച്ഛാ ഞാനും ഇരിക്കാൻ പോവാ. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ അങ്ങനെ 40 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന് ഫുൾ ഫാസ്റ്റിങ്ങോടുകൂടി ദൈവദാസനും ദൈവദാസിയും ഞാനും ഫുൾ ഫാസ്റ്റിങ്, ബാക്കിയെല്ലാവരും ഭാഗികമായിട്ടും അങ്ങനെ ദൈവസഭയ്ക്കകത്ത് വലിയൊരു ആത്മീയ ഉണർവ് പ്രാപിപ്പാൻ കഴിഞ്ഞു. അങ്ങനെ പൂർണ്ണമാകുന്ന ആ രോഗത്തിന് എനിക്ക് പൂർണ്ണമാകുന്ന സൗഖ്യം കിട്ടി. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പോഴും ഏത് സമയത്തും ഞാൻ വിശ്വസിക്കുന്നു, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നമ്മൾ പാലിച്ചെടുത്താൽ അത് പൂർണ്ണമായിട്ട് അത് നടന്നിരിക്കും, അത് നിവർത്തിച്ചിരിക്കും. അത്രയും ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ ദൈവം സംസാരിക്കാൻ തുടങ്ങി. സ്വപ്നത്തിൽ കൂടിയായി, ദൈവാലോചനയിൽ കൂടിയായി, വചനത്തിൽ കൂടിയായി, അപ്പോഴത്തെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, വേറൊന്നുമില്ല. എപ്പോൾ നടന്നാലും എൻ്റെ അന്തരാത്മാവിനോട് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അച്ഛനും പ്രാർത്ഥനയിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും ദൈവാത്മാവ് എന്നോട് വളരെ സംസാരിച്ചുകൊണ്ടിരുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഏതു സമയത്തും ഇത് മാത്രമേ ഉള്ളൂ ദൈവമായുള്ള ബന്ധം, ഒരു ചിന്ത, ആ ഒരു വാഞ്ച മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ദർശനം കണ്ടു. രാത്രിയുടെ ആകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഞങ്ങൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഇതുപോലെ ഒരു കാഴ്ച കാണുകയാണ്. ഒരു കൺവെൻഷൻ നടക്കുന്ന വലിയൊരു ജനക്കൂട്ടമാണ്. ആ കൂട്ടത്തിലെ പല ഞങ്ങളുടെ വിശ്വാസികളും ഞങ്ങളും എല്ലാവരും പല ദൈവദാസന്മാരും ഒത്തിരി ഉണ്ട്. എല്ലാവരുമായിട്ട് കൺവെൻഷൻ നടക്കുന്നതായിട്ട് കണ്ടു. ഞാൻ കാണുന്നൊരു രാത്രിയുടെ ആമത്തിൽ കാണുന്ന ദർശനമാണിത്. ആ കൺവെൻഷനിൽ അനേകർ നിൽക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കുന്നു. ഉയരത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. അത് ഉറച്ചാ കേൾക്കുന്നത്. സാറ എന്നുള്ള 3 വിളി. ആ 3 വിളിയും ആ ഒറിജിനലായിട്ട് എന്റെ ചെവിക്കുള്ളിൽ അത് എത്തി. അതെന്റെ ഹൃദയത്തോട് ടച്ച് ചെയ്തു. അന്നേരം ഞാൻ ആ ദർശനത്തിൽ തന്നെ കാണുകയാണ്. ഞാൻ ഓടി വന്ന് ഇവരോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കെ, എന്റെ മൽപ്രിയൻ എന്നെ വിളിക്കുന്നു, ഞാൻ പോകുവാന്നും പറഞ്ഞ് ഞാൻ ഇവരുടെ നടുവിൽ നിന്ന് ഓടി. ആ വിളിക്കൊത്തവണ ആ വിളിയുടെ പിന്നാലെ ഞാൻ ഓടുന്നതായിട്ട് ഞാനൊരു ദർശനം കണ്ടു. ആ ദർശനം എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആ ദർശനം ഇന്നും എന്നെ നിലനിർത്തുന്ന ആ ഒരു വിളിയാണ് കർത്താവിന്റെ വിളി, സാറ എന്നുള്ള വിളി. അങ്ങനെ പിന്നെയും ഇത് കാണുന്തോറും വാഞ്ചയ ആഗ്രഹങ്ങളാ. പിന്നെ ഉപവസിക്കുക, പിന്നെ പ്രാർത്ഥിക്കുക, പിന്നെ ദൈവത്തോടെടുക്കുക, തിരുവചനം വായിക്കുന്നത്. ജോലിയെല്ലാം കഴിഞ്ഞ് ടെറസിന്റെ മണ്ടയ്ക്ക് കയറും ഞാൻ തന്നെ. എന്നിട്ട് എനിക്കിഷ്ടമുള്ള ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളെല്ലാം ഞാൻ ആ അധ്യായങ്ങളെല്ലാം വായിക്കും. വായിച്ച് എനിക്ക് മറിച്ചും ഞാൻ അങ്ങനെ വചനം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ആ കാലം വായിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വചനം വളരെ വായിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഇതിൽ നിന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴത്തേക്ക് ഇത് 1991 സംഭവമാണ്. പിന്നെ
അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ദൈവകൽപ്പന അനുസരിക്കണം, അങ്ങനെ ഒരു താല്പര്യം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ ദൈവകൽപ്പന അനുസരിക്കണമെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വളരെ ആഗ്രഹം. എന്നാൽ ഈ ദൈവകൽപ്പന അനുസരിക്കുന്നതിന് മുമ്പേ, ഒരു വർഷം മുമ്പ് തന്നെ, ആ 91 തന്നെ അഭിഷേകം പ്രാപിക്കണം താല്പര്യം. അഭിഷേകം പ്രാപിക്കണം. അതെങ്ങനെ പ്രാപിക്കണം? അതിന് ദൈവത്തോട് ദൈവസന്നിധിയിൽ ഇരുന്ന് അത് തന്നെയുള്ള ഏകാന്തയുടെ നടുവിലുള്ള പ്രാർത്ഥനയാ എനിക്ക് വളരെ അനുഗ്രഹകരമായത്. എന്നുവെച്ചാൽ ഒരമ്മയോട് പറയുന്നത് പോലെ, സകലം ഒരു പിതാവിനോട് പറയുന്നത് പോലെ തന്നെ ഇരുന്ന് കരയേണ്ടടുത്ത് കരയാൻ, പറയേണ്ടതുപോലെ പറയാൻ, ചോദിക്കേണ്ടതുപോലെ ചോദിക്കാം. ആരും കേൾക്കുന്നില്ല, ആരും നോക്കേണ്ട കാര്യവുമില്ല. അങ്ങനെ തന്നെ ഇരുന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, എനിക്ക് അന്യഭാഷ അടയാളത്തോടുകൂടി ആരാധിപ്പാനുള്ള കൃപ തരണമേ കർത്താവെ എന്ന് പറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതെനിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട ആ ദിനങ്ങളിൽ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ കർത്താവിനെ അഭിഷേകത്താൽ നിറച്ചു. അന്യഭാഷ അടയാളത്തോടുകൂടി. അത് 1-2 വാക്കുകളാലല്ല, വളരെ വളരെ അധികമായിട്ട് എൻ്റെ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവിനിക്ക് അഭിഷേകം കൊണ്ട് ദൈവം എന്നെ നിറച്ചു. അതിനുശേഷമാണ് പിന്നെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനുശേഷം 1 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും കുഞ്ഞുങ്ങളുമായിട്ട് വന്നു. അന്നേരം സ്നാനപ്പെടണം, ദൈവകൽപ്പന അനുസരിക്കണം. എന്നിട്ട് നാട്ടിൽ വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു. നാട്ടിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൊച്ചനുജനും ഞാനും, ഞങ്ങൾ 5 പേര് അന്ന് അവിടെ സഭയിൽ 3 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേര് 1994 ജൂലൈ മാസം 4-ാം തീയതി അവിടെയുള്ള ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് അവരും കൂടി ഞങ്ങൾ സ്നാനപ്പെടാൻ കർത്താവ് അവസരം ഒരുക്കി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കടന്നു ചെന്നു. ഞങ്ങളുടെ സ്നാനം കഴിഞ്ഞു. ഞങ്ങൾ ചർച്ചിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ ആഗ്രഹവും വളരെ വാഞ്ചയും, അന്നറിയത്തില്ല, ഇപ്പം പറഞ്ഞാൽ നമുക്ക് ആർക്കും അത് പറഞ്ഞാലും തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതേ ഒരു ആത്മീയ അനുഗ്രഹവും വാഞ്ചയുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളവിടെ കടന്നു ചെല്ലുമ്പോൾ ഒരു ആ ദൈവദാസൻ എന്നെ കണ്ടിട്ടില്ല, ഞങ്ങളും കണ്ടിട്ടില്ല. അങ്ങനെ സഭയ്ക്കകത്ത് വന്നിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ദൈവദാസൻ, അന്ന് ഞങ്ങൾ 5 പേര് സ്നാനപ്പെടുന്നൊന്നും ആ ദൈവദാസൻ അറിയത്തില്ല. ഞങ്ങൾ ആരാധനയുടെ മധ്യത്തിൽ ഞങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോൾ ഈ ദൈവദാസന്, വലിയ നീളമുള്ളൊരു ദൈവദാസന, അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നിട്ട്, പാസ്റ്റർ മെസ്സേജിന്റെ നടുവിൽ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ തലയിലോട്ട് കൈ വെച്ചിട്ട് പറഞ്ഞു, ദാവീദിന്റെ മിനുസമുള്ള 5 കല്ല്, ആ കല്ല് ദാവീദ് ഒരു കല്ലും കൊണ്ട് ഗോലിയാത്തിനെ തകർത്തു. ആ ഒരു കല്ല് നീ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ തലയെ കൈവച്ച് ഈ ആലോചന പറഞ്ഞിട്ട് അവിടുന്ന് ആ ദിവദാസൻ കയറിപ്പോയി. ആ ആലോചന ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലും ആ ഒരു ആലോചനയുണ്ട്. അങ്ങനെ വീണ്ടും തിരിച്ച് ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതം അതിനോട് നോക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഓളം അടിക്കുന്നത് പോലെ അത് ഉയർന്നും താണും ഞങ്ങളുടെ ജീവിതത്തിൽ അത് നടന്നുകൊണ്ടിരുന്നു. ഒരു സൈഡിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഞെരുക്കങ്ങൾ, ഇടുക്കങ്ങൾ, ഞങ്ങളുടെ ഭാരങ്ങൾ, വേദനകൾ, അതിന് മുമ്പിലായിട്ട് നടക്കുന്ന കർത്താവിൻ്റെതാകുന്ന ആ തിരുവചനത്തിന്റെ ആകുന്ന ആ ഒരു പ്രത്യാശ, ദൈവത്തോടുള്ള ഒരു ആഗ്രഹം, ആ ഒരു വാഞ്ച, അത് മുന്നിലും ഇതിന്റെ പുറകിൽ. അന്നേരം ഇത്രയുമുള്ള ആഗ്രഹങ്ങളും വാഞ്ചയും പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്ന് ഞങ്ങൾ പ്രാപിക്കണം എന്നുള്ള വാഞ്ചയാകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ ഞങ്ങളങ്ങ് മറന്നുപോകും, ഞാൻ മറന്നുപോകും. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് നീങ്ങുകയായിരുന്നു. അപ്പോഴും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ക്രിസ്ത്യ ജീവിതത്തില് ഇങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ ഈ വാഞ്ചയോടുകൂടി നടക്കുമ്പോൾ ഒരു ആഗ്രഹമുണ്ട്, ഗ്രാമങ്ങൾ തോറും ഞങ്ങൾക്ക് പോകണമെന്ന്. അങ്ങനെ ആ ഒരു ആഗ്രഹം. അങ്ങനെ അതിനോട് ഇപ്പോഴും ആൾക്കാർ വളരെ പ്രാർത്ഥിക്കാൻ വരികയോ ഓരോരുത്തർ പറയുകയും അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും ഇപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരികയും ആരാധനയ്ക്ക് വരികയും എല്ലാം അവിടെ നടക്കുന്നു. വളരെ ആൾക്കാർ നമ്മുടെ പ്രാർത്ഥനയോട് വളരെ പ്രിയമുള്ളവരുണ്ടായിരുന്നു, ഒരു കൂട്ടം ആൾക്കാർ. അങ്ങനെ എന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു നമുക്ക് പോകണം. അവധിയുള്ള സമയങ്ങളിൽ, ഇവർക്കൊക്കെ അവധിയുള്ള സമയങ്ങളിൽ ട്രാക്ട് കൊടുക്കണം. ഒത്തിരി ഗ്രാമങ്ങളിൽ ഇപ്പോഴും ആരും എത്താത്ത സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത്. ആ സ്ഥലങ്ങളിലെല്ലാം വളരെ എത്രയോ ഗ്രാമങ്ങൾ ഞങ്ങൾ വണ്ടിയിൽ ഞങ്ങളിങ്ങനെ ആഹാരം ഉണ്ടാക്കും. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ എല്ലാവരും കൂടി ആഹാരം ഉണ്ടാക്കി വണ്ടിക്കകത്ത് വെക്കും. എന്തുവരും ഒരു കറിയും ഒരു ചോറും പൂരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ ആ വണ്ടിക്കകത്ത് വെച്ചിട്ട് ഞങ്ങൾ ഒരു സഞ്ചി ട്രാക്റ്റുമായിട്ട് ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ രാവിലെ ഇറങ്ങിയാലേ വൈകിട്ട് ഞങ്ങൾ തിരിച്ചു വരികയുള്ളൂ. ഞങ്ങളുടെ കുടുംബം മാത്രമല്ല, ഞങ്ങളുടെ ബാക്കി കടന്നു വന്ന വേറൊരു കുടുംബം, ഞങ്ങൾ ഒരു 5-6 പേര്
5-6 പേരുണ്ട്, ഒരു 6-7 പേരുണ്ട്. ഇത്രയും പേരാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഓരോരുത്തർ കൊണ്ടു ചെന്ന് ഞങ്ങൾ ഈ ട്രാക്ട് കൊടുക്കുമെന്ന്. അങ്ങനെ മാസങ്ങളോളം അങ്ങനെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ആൾക്കാരൊക്കെ പിന്നെ ആലയത്തിലൊക്കെ അതുവരെ അവിടെ ഒരു ആരാധനാലയം ഇല്ലായിരുന്നു. അതിനുശേഷം അവിടെ ഒരു ആരാധനാലയം കർത്താവ് തന്നു. അതിനു മുമ്പേ അവിടെ ഒന്നുമില്ലായിരുന്നു, ഞാൻ പറഞ്ഞു. അങ്ങനെ നല്ലൊരു ആത്മീയ കൂട്ടായ്മ, നല്ലൊരു ആരാധനാലയം അവിടെ ഞങ്ങൾക്ക് കർത്താവ് തന്നു. അങ്ങനെ അവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ പോയി അങ്ങനെ ട്രാക്ട് കൊടുത്തു. ആൾക്കാർ അനവധി വരികയും പ്രാർത്ഥിക്കുകയും വലിയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവിടെ നടക്കുവാനും കാണുവാനും ഒക്കെ ദൈവം ഇടയാക്കി. അങ്ങനെ അവിടെ ഇപ്പോൾ ഒരു സഭ സ്ഥാപിക്കപ്പെടുവാനിടയായി. ഇപ്പോഴും ആ സഭ നല്ല ആത്മീയ കൂട്ടായ്മയിലെ വളരെ ആൾക്കാരുമായി അവിടെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഭൗതികമാകുന്ന ജീവിതത്തിൽ ഞങ്ങൾക്ക് വളരെ വേദനകളും ദുഃഖം. കാര്യം ചില പ്രിയപ്പെട്ടവന് ജോലി വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു, വളരെ പ്രയാസമുള്ള ജോലിയായിരുന്നു. അങ്ങനെ വളരെ വേദന, അങ്ങനെയും ഒരു സൈഡിൽ കൂടി ഞങ്ങളെ ഇങ്ങനെ ആ വേദന ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നപ്പം പ്രിയപ്പെട്ടവന് റെയിൽവേ ജോലിയാണെങ്കിലും വർഷത്തിൽ ഒരിക്കൽ മിലിറ്ററി ട്രെയിനിങ്ങിന് പോകുമായിരുന്നു. അങ്ങനെ പോയി വർഷങ്ങളോളം 16 വർഷം അവിടെ അങ്ങനെ പോകേണ്ടി വന്നു. അതിന് 2001 പോയി അവിടെ ആയിരുന്ന സമയത്ത് ഒരു അസുഖം നേരിടുന്നു, ചിക്കൻ ബോക്സ് നേരിടുന്നു. വളരെ കൂടുതലാണ്. അവിടെ ആരെയും കയറ്റുവോ അവിടെ ചെല്ലുവാനും ഒന്നും കഴിയത്തില്ല. ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾ ഇവിടെയാ, ഞങ്ങൾ താമസിക്കുന്നിടത്താ. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടുന്ന് ഒരു വിശ്വാസി സിസ്റ്റർ പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ഇരുട്ട് റൂമില് ശരീരം കണ്ടാൽ അതുപോലെ തന്നെ ചേന ചെത്തി വെച്ചേക്കുന്നത് പോലെ അതേ അനുഭവമായിരുന്നു ശരീരത്തെ. ആത്മവ്യസനല്ല, അബോധാവസ്ഥയിലായി. അങ്ങനെ അങ്ങ് വളരെ സീരിയസ് ആയി. അന്നേരം ഒരു ദിവസം രാവിലെ അവിടുത്തെ പിന്നെ സിസ്റ്റർ അങ്ങനെ ആരെയും അവിടെ അറിയിക്കുകയോ കയറ്റുകയോ ഒന്നും ചെയ്യുന്നതല്ല. എന്തോ ദൈവത്തിന്റെ കരുണ പ്രിയപ്പെട്ടവനോട് ചോദിച്ചു. അങ്ങനെ നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തു. ഇവിടുന്ന് പ്രിയപ്പെട്ടവൻ അവിടെ അബോധാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഒരു ദർശനം കർത്താവ് കൊടുത്തു. ആ ദർശനം കൊടുത്തത് കയ്യിൽ കർത്താവ് കൊടുക്കുന്നത് ഒരു സ്വർണ്ണ ദണ്ട്. ആ ദണ്ട് 2 ചെയിന് ഈ ദണ്ട് കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞു, നീ എൻ്റെ വേല ചെയ്യണം. അന്നേരം പ്രിയപ്പെട്ടവൻ ചോദിക്കുന്നെന്ന് പറയുന്നത് എന്നോട് ഒന്ന് പറഞ്ഞതാണ് ആ കണ്ട ദർശനം. അന്നേരം ചോദിക്കുന്നു, ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അന്നേരം ദൈവം പറയുവാണ്, നീ ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിൽ നിന്നെ പോറ്റാൻ ഞാൻ ശക്തനാണെന്ന്. അങ്ങനെ പറയാൻ പ്രിയപ്പെട്ടവൻ കണ്ണു തുറക്കുകയും കൂടായിരുന്നു. അങ്ങനെ വളരെ സീരിയസ് ആയിട്ടായിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഫോൺ വന്നു. ഇതുപോലെ തോമസിന് വളരെ സീരിയസ് ആണ്, ഇവിടെ വരണം എന്ന് പറഞ്ഞു. ഞാനും കുഞ്ഞുമായിട്ട് അവിടെ കടന്നു ചെല്ലുമ്പോൾ കാണുമ്പോൾ വളരെ മോൻ കണ്ടു ഭയന്നു പോയി. അതേ അനുഭവമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവന്. വളരെ ക്ഷീണിതനുമായിരുന്നു. അങ്ങനെ 20 ദിവസം അവിടെ കിടന്നു. അതിനുശേഷം വന്നു. വീണ്ടും ഞങ്ങള് കർത്താവിന്റെ വേലയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ട്രാക്ട് കൊടുത്ത് ഞങ്ങൾ കുടുംബമായിട്ട് കിട്ടുന്ന സമയം, അന്ന് കുറെ നാളത്തേക്ക് ജോലിക്ക് പോയി അവധിയെടുത്തു. ഞങ്ങൾ കുടുംബമായിട്ട് ട്രാക്ട് കൊടുത്ത് പലയിടത്തും പോയി കുടുംബമായിട്ട് ഞങ്ങൾ സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഞങ്ങൾക്ക് സഹായിച്ചു. അത് ദൈവത്തിന്റെ കൃപയാണ്. അതിനുശേഷം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ജോലിയിൽ വളരെ കാഠിന്യം, വളരെ പ്രയാസം. ജോലിയൊക്കെ ചെയ്ത് വരുമ്പോൾ തോള് പൊട്ടി തോള് പൊട്ടിയും ഇങ്ങനെ ബ്ലഡോ ഒഴുകിയൊക്കെ വരുമ്പോഴോ എനിക്ക് വളരെ വേദനയുണ്ട്. പ്രതീക്ഷ ഇതൊന്നും അല്ലായിരുന്നു. പ്രതീക്ഷ ഭയങ്കരമായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടെല്ലാം ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേദനയുണ്ടെങ്കിലും പ്രത്യാശയുണ്ട്. ദൈവത്തിലുള്ള പ്രാർത്ഥന, ദൈവത്തോടുള്ള ബന്ധമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ നിലനിർത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞു പോയി. അങ്ങനെ സിഗ്നൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ഒരാൾക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ അവിടെ വിളിച്ച് അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ആ സമയത്ത് എന്തോ അവിടെ ഒരു പ്രശ്നം ഉണ്ടായ കാരണം പിന്നെ അവിടെ വിളിക്കത്തില്ല എന്ന് അവിടുത്തെ സൂപ്പർവൈസർ വന്ന് ഒരു ദിവസം വീട്ടിൽ വന്ന് പറഞ്ഞു, ഇനിയും തോമസിനെ ഇനി ആ ജോലിയിലേക്ക് കിട്ടത്തേ ഇല്ലെന്ന് പറഞ്ഞു. ആ ഭാവി പ്രാർത്ഥിക്കുക, ഭാവിയുടെ ദൈവം തരുവാനെ തരട്ടെ എന്ന് പറഞ്ഞു. അതും എനിക്ക് വളരെ ഒരു വെല്ലുവിളി പോലെ എൻ്റെ ജീവിതത്തിലായി. ശരിയല്ല, അന്നേരം അവർക്കും അറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി, നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് മനസ്സിലായി. ഇത് പറഞ്ഞ് പുള്ളിക്കാരൻ ആ സൂപ്പർവൈസർ അങ്ങ് പോയി കഴിഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ ആരോടും അച്ഛനോടും പറയല ഒന്നും. ഇതെല്ലാം അനുഭവമൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്, അച്ഛനും ഉണ്ടെങ്കിലും ആരോടും ഒരു പരിഭവം പറയല. ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്നു. അതിനുശേഷം കുറെ ദൂരെ ഒരു സ്ഥലത്തെ പച്ചഭാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിരമായിട്ട് ആ ജോലി അച്ഛന് ദൈവം കൊടുത്തു. അതിൻ്റെ അച്ഛൻ്റെ പേര് അവിടെ എഴുതിയിട്ടു. എന്നിട്ടും അവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, കൊടുക്കത്തില്ലായിരുന്നു. അത്ര വെല്ലുവിളിയായിരുന്നു ഞങ്ങളോട് ഉണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ സ്ഥിരമായിട്ട് ജോലി കിട്ടി. ആ ജോലി കിട്ടിയത് അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്,
ഞങ്ങൾ അതുവരെ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇത് കിട്ടിയെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെങ്കിൽ അവിടെ ആരും താമസിച്ചിട്ടുള്ള സ്ഥലം രണ്ട് കോട്ടേഴ്സേ ഉള്ളൂ. വനം പോണൊക്കെയാണ് അവിടെ സ്ഥലം. റെയിൽവേയുടെ സ്ഥലമല്ല അത്രയും തന്നെ. ആ മറ്റേ കോട്ടേഴ്സിലും ആരുമില്ല. ഞങ്ങൾ താമസിക്കുന്നത് രണ്ടും ഒഴിഞ്ഞു കിടക്കുക. അവിടെ യാതൊരു സാഹചര്യങ്ങൾ നോക്കിയല്ല വർഷങ്ങൾക്ക് മുമ്പെങ്ങാണ്ട് പണിതിട്ട് ചെറിയൊരു കോട്ടേഴ്സ്, മറ്റേ നല്ലൊരു കോട്ടേഴ്സ്. അങ്ങനെ ആകുമ്പോൾ ഇത് ഞങ്ങൾക്ക് ലഭിച്ചു. നമുക്ക് നമുക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. ഉടനെ ഈ അച്ഛൻ ജോലിക്ക് ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ എല്ലാവരും അച്ഛൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ഇല്ല തോമസെ കൊണ്ടുവരല്ലേ, ഭാവിയും കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവരരുത്. കാരണം വെച്ചാൽ അവിടുത്തെ ജീവിതം അങ്ങനെയുള്ള ജീവിതമായിരുന്നു. നോക്കിയാൽ അവിടെ വനത്തിനകത്ത് പാമ്പ്, അവിടെ പറഞ്ഞ ഗോയിരെന്നോ എന്താ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളാൽ നിറയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. പാമ്പ് ഭയങ്കര ശല്യമായിരുന്നു. അവിടുത്തുകാർ തന്നെ പറഞ്ഞു കൊണ്ടുവരണ്ട. അതുമല്ല ഇതിനകത്ത് അവിടുത്തെ ആൾക്കാർ എല്ലാവരും കൂടെ കള്ളു കുടിച്ചും അങ്ങനും വേണ്ടാത്ത രീതിയിൽ ജീവിച്ച ഒരു ക്വാർട്ടേഴ്സ് ആയിരുന്നു. അതിനകത്തൊരു ബാത്റൂമോ അതിനകത്തൊരു സാഹചര്യങ്ങളോ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞതും നല്ലൊരു കഥകോ ഒന്നുമില്ലാത്ത ഒരു ക്വാർട്ടേഴ്സ്. അങ്ങനെ ഇതുണ്ട്. അതിന് പോകണമെന്ന് ദൈവം തന്നു. ഇത് ജോലി ദൈവം തന്നെങ്കിൽ അവിടെ തന്നെ പോകണമെന്ന് എനിക്കും താല്പര്യം. അന്നേരം എല്ലാവരും പറഞ്ഞു വേണ്ടാന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾ മനുഷ്യന്റെ വാക്കിൽ ഞങ്ങൾ പേരൂന്നാൻ പോയില്ല. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നാളുകളായിട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ ഞങ്ങൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്ന് ഞങ്ങളെ വിടാനൊട്ട് മനസ്സുമില്ല. ഞങ്ങൾ പലപ്പോഴും മാറണമെന്ന് വിചാരിച്ചിട്ടും അവർ ഞങ്ങളെ ഒരു മുസ്ലിം കുടുംബമായിരുന്നു. അവർ പോകണ്ടപ്പോൾ ഞങ്ങളെ അവിടെ പിടിച്ചു നിർത്തുമായിരുന്നു. അവർക്ക് നമ്മുടെ പ്രാർത്ഥന വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എന്നിട്ട് ഇത് കിട്ടി കഴിഞ്ഞുടനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അപ്പ ദൈവം പറഞ്ഞാൽ ഞാൻ പോകും. അത് ഞാൻ അവിടെ ബാത്റൂം നോക്കുന്നില്ല, ഞാൻ അവിടെ ക്വാർട്ടേഴ്സിന് കഥവ് നോക്കുന്നില്ല, ഞാൻ അവിടുത്തെ ഇങ്ങനെയുള്ള മൃഗങ്ങളെയോ ഇങ്ങനെയുള്ളതിനെ ജന്തുക്കളെ ഒന്നും ഞാൻ നോക്കുന്നില്ല. ദൈവം എന്നോട് സംസാരിച്ചാൽ അപ്പ ഞാൻ പോകും. ദൈവസ്ഥാനിൽ മാസങ്ങളോളം ദൈവസ്ഥാനി ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്നേരമൊക്കെ അച്ഛൻ ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിൽ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. അന്നേരം ഒരു ദിവസം എൻ്റെ ദൈവത്തിന്റെ ആത്മാവിനോട് വ്യക്തമായിട്ട് ഇടപെട്ടു, നീ പോ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയാലും എൻ്റെ കണ്ണ് നിന്നോട് കൂടെ ഉണ്ട്. നീ ഒരു ഗുഹയിൽ പോയി പാർത്താലും എൻ്റെ കണ്ണ് നിന്നോട് കൂടെയുണ്ട്. നീ എവിടെ പോയാലും എൻ്റെ കണ്ണ് നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഞാൻ താങ്ങും. നീ ധൈര്യത്തോട് പോകാൻ ദൈവനോട് ഇടപെട്ടു. പ്രിയമുള്ളവരെ, ഞങ്ങൾ അതിന്റെ പിറ്റേ ആഴ്ച ഞാൻ പറഞ്ഞ അച്ഛാ, ഇനി മനുഷ്യന്റെ വാക്കൊന്നുമില്ല, ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടു, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളുമായിട്ട് ഞങ്ങൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ കണ്ടാൽ നമുക്ക് വളരെ വേദന തോന്നുന്ന അനുഭവങ്ങളാണ് ക്വാർട്ടേഴ്സിനകത്തുള്ളത്. ആരും പോകത്തില്ല. നമ്മുടെ മലയാളികളോ മറ്റുള്ളവരോ ആരും പോകത്തില്ല അവിടെ. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവിടുത്തെ യാതൊന്നും ഞാൻ നോക്കിയില്ല, ദൈവത്തെ ഞാൻ നോക്കിയത്. ആ ശബ്ദത്തിലാണ് ഞാൻ പേരൂന്നിയത്. ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. അന്ന് രാത്രിയിൽ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കാണുക. ആ സ്വപ്നം എന്നാ ചോദിച്ചാൽ ഇങ്ങനെ ശവപ്പെട്ടിക്കകത്തൊരു ശവം കിടക്കുന്നതായിട്ട്. അതൊരു ഭീതിപ്പെടുത്തുന്ന ഒരു അനുഭവം പോലായിരുന്നു. പക്ഷെ അതിൽ ആ ഒരു ദിവസം എനിക്ക് വളരെ വേദനയുണ്ടായി. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയത്തില്ല. കുഞ്ഞുങ്ങളുണ്ട്. മോൻ അന്നേരം ഒരുമാതിരി പ്രായമായി വരുന്നു. മോളും അതുപോലെ തന്നെ താനെ. അന്നേരം അച്ഛൻ്റെ ജോലിയും ഞങ്ങളുമായിട്ട് വളരെ അടുത്ത, ഒന്ന് വിളിച്ചാൽ കേൾക്കാം അതുപോലെ. ആ ജോലി സ്ഥലം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര വിഷമതയോടെ ജോലി ചെയ്യുന്ന സമയം. അവിടെ ആരെല്ലാം സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ് ആ ഗേറ്റിൽ ആരെല്ലാം വന്നിട്ടുണ്ട് അവർക്കെല്ലാം തല്ലുകിട്ടിയും അവരെ എല്ലാം വളരെ ഭീഷണിപ്പെടുത്തിയും വളരെ വേദനിപ്പിച്ചും അവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അതേ ഒരു സ്ഥലത്താണ് അവിടെ സുഖകരമാകുന്ന ജോലി അച്ഛന് വേണ്ടി അവിടെ ലഭിച്ചത്. പക്ഷെ ഞങ്ങളും അവിടെ കടന്നു ചെന്നു. ദൈവത്തിന്റെ കൃപയാൽ ദൈവം അങ്ങനെ ആ ജോലിയിൽ വളരെ വളരെ ഭീഷണി, ജോലിയിട്ട് ചോടേണ്ട സ്ഥിതി വന്നു, എല്ലാം വന്നു. ക്വാർട്ടേഴ്സിലാണേലും ഞങ്ങൾക്ക് വളരെ വേദനകൾ നേരിടേണ്ടി വന്നു. പക്ഷെ അവിടെ എല്ലാം ദൈവം പറഞ്ഞ ദൈവത്തിന്റെ വാക്ക് ഞങ്ങൾ അനുസരിച്ചതുകൊണ്ട് അതെല്ലാം സഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വരരുതേ. കാര്യം എന്നാന്ന് ചോദിച്ചാല് വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും അവിടെ നിൽക്കുന്ന ആൾക്കാര് അവിടെ ഒരു പാമ്പുണ്ട്, ആ പാമ്പിനെ കാണും. അത് അവർക്കറിയാം. ഈ ക്വാർട്ടേഴ്സിന്റെ മണ്ടയ്ക്ക അതുപോലെ ഗോയിര എന്ന് പറഞ്ഞൊരു സാധനം, അതെന്താണെന്ന് ഉടുമ്പല്ലോ ആയിരിക്കാം. ആ ഒരു സാധനം അത് തൊട്ടാ മതി മനുഷ്യന്റെ വായിൽ കൂടെ പതയും ഞൊരയും വന്ന് മരിക്കും. അങ്ങനെയുള്ള അത് ഞങ്ങൾക്ക് നേരത്തെ പോലെ അറിയാമായിരുന്നു. ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഇവിടെ വരരുത്, ഈ ഒരു പാമ്പ് ഇവിടെ ഉണ്ട്. ഈ പാമ്പ് എല്ലാ ദിവസവും ആ ക്വാർട്ടേഴ്സിന്റെ അവിടെ വരുന്നതാ. പക്ഷെ വരുന്നുണ്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞും ഈ പാമ്പ് വരും. ആൾക്കാരൊക്കെ അതിലെ പോകുമ്പോഴും വരുമ്പോഴും പശുവിനെ കെട്ടാനൊക്കെ വരുമ്പം ഈ പാമ്പ് ഒരു പരുത്തിയുണ്ട്, അതിന്റെ ചുവട്ടി വന്ന് ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. പക്ഷെ ഞങ്ങളുടെ കണ്ണാല് ഞങ്ങളത് കണ്ടിട്ടേ ഇല്ല.
കണ്ടിട്ട് വർഷങ്ങളോളം താമസിച്ചു. ഞങ്ങൾ കണ്ടിട്ടില്ല. ഓരോരുത്തർ പറയും ഭാവി തോണ്ടതേ, പാമ്പ് തോണ്ടതേ, പാമ്പ് തോണ്ടതേ എന്ന് പറയും. അവർ മാറി ഒഴിഞ്ഞു പോകും. കണ്ടിട്ടേ ഇല്ല. വർഷങ്ങൾ പഴക്കം 100 അവർ അവിടുത്തുകാർ പറഞ്ഞ 100 വർഷമെങ്കിലും അതിന് പഴക്കമുള്ള പാമ്പാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. ദൈവം ഞങ്ങളെ കാണിച്ചിട്ടില്ല. ഈ റെയിൽവേ ലൈനും ഞങ്ങളുടെ വീടും തമ്മിൽ വളരെ അടുത്താ. വളരെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കല്ലെടുത്തിട്ടാണെങ്കിൽ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിന് സിറ്റ് ഔട്ടിലോട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള സ്ഥലത്താ ഈ റെയിൽവേ ലൈനും ഞങ്ങളുടെ വീടുമായിട്ട്. അത് നോക്കിയാല് ഒരു മൃഗം വണ്ടി ഇടിച്ച് ചത്താല് അതിന്റെ അവയവങ്ങൾ ഞങ്ങളുടെ മുറ്റത്ത് വരും. ഒരു മനുഷ്യൻ മരിച്ചാൽ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ നോക്കാമെങ്കിൽ അത് ഞങ്ങളുടെ മുന്നിൽ കാണാൻ കഴിയും. അങ്ങനെ എല്ലാ ദിവസവും മരിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ആ സൈഡിലാണ്, ഞങ്ങളുടെ ആ ഭാഗത്തായിട്ടാ. അവിടെ ആൾക്കാരില്ലാത്തതുകൊണ്ട് അവിടെ വരുന്നത്. അങ്ങനെ ശവങ്ങളാൽ നിറയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അവിടെ. മൃഗത്തിൻ്റെതും മനുഷ്യൻ വന്ന് മരിക്കുന്നതും എല്ലാം. അതുപോലെ തന്നെ ഗേറ്റിൽ അച്ഛൻ്റെ ജോലിയുടെ അവിടുത്തെ ആൾക്കാരെ ഗുണ്ടകളായിരുന്നു. ആരെ നിർത്തത്തില്ല. അവർക്ക് ശമ്പളം കിട്ടിയാവുന്നേ അവർക്ക് കൊടുക്കണം, ഒരു അംശം കൊടുക്കണം. അത് പിടിച്ചു പറയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. കൊടുത്തില്ലെങ്കിൽ അടിക്കും, അല്ലെങ്കിൽ പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുപോലെ ഞങ്ങൾ അവിടെ ക്വാർട്ടേഴ്സ് വന്ന കാരണം അവിടുത്തെ ആൾക്കാർക്ക് ചില ആദായങ്ങൾ മുടങ്ങിപ്പോയി. നമ്മുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് വെള്ളം പിടിച്ചുകൊണ്ടിരുന്നു, അവിടെ നിന്ന് കള്ളു കുടിച്ചുകൊണ്ടിരുന്നു, പലവിധമാകുന്ന നീച പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഗുണ്ടകൾക്ക് അത് ഭയങ്കര വിഷമമായി. ഞങ്ങളോട് ഉള്ളിൽ അവർക്ക് ഭയങ്കര വിരോധമായി. ഞങ്ങളെ എങ്ങനെയെങ്കിലും അവിടുന്ന് മാറിപ്പോകണം, എന്നാലേ അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് നടക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം അങ്ങനെയുള്ള ഞങ്ങളുടെ അവിടുന്ന് മാത്രം വെള്ളം എടുക്കുന്ന അതൊരു ഭയങ്കര ഗുണ്ടയാ മനുഷ്യൻ. ആ മനുഷ്യൻ പിന്നെ അവിടെ വെള്ളം എടുക്കാൻ കടന്നു വന്നിട്ടില്ല. ആ പുള്ളിക്കാരനെ ഞങ്ങൾക്ക് ഭയങ്കര പേടി. മയക്കുമരുന്നും ഇങ്ങനെയുള്ള ഒക്കെ ഒരു ബിസിനസ്സുകാരനായിരുന്ന പുള്ളിക്കാരന് എന്തും ചെയ്യാൻ ഏതിനും മടിക്കാത്തൊരു വ്യക്തിയാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിനോട് ഇച്ചിരി അപ്പുറത്തായിട്ടുള്ളത്. ആ സമയത്തൊക്കെ ഞങ്ങൾ അച്ഛൻ രാവിലെ വൈകിട്ട് ജോലിക്ക് പോയി കഴിയുമ്പോൾ മുഴങ്കാലിൽ ഇരിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ചെറുകെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ചെറുകെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇപ്പൊ എനിക്ക് അറിയത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ ഇവിടെ വന്നതിന് ശേഷം, ഈ സ്ഥലത്ത് ഈ ക്വാർട്ടേഴ്സിൽ വന്നതിന് ശേഷം അവിടെ വനമ ആരുമില്ല, ഒന്നുമില്ല. അപ്പുറത്തെ ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, ആരും അതുവരെ പേടി കാരണം ആരും വന്നിട്ടില്ല. ഞങ്ങൾ ചെന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് റെയിൽവേ ജോലിയുള്ള ഒരു ആള് ഞങ്ങൾ ചെന്നത് കണ്ടിട്ട് തോമസും കുടുംബം പോയല്ലോ, അവിടെ നമുക്കും പാന്നും പറഞ്ഞ് ആ ഒരു കുടുംബം അവിടെ വരാനിടയായി. അങ്ങനെ ഞങ്ങൾ 2 ക്വാർട്ടേഴ്സ് മാത്രം. അവർ ഞങ്ങൾ നല്ല സ്നേഹത്തിൽ തന്നെ കഴിയുന്നു. അന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വന്നിട്ടില്ല. ഉറച്ചുള്ള പ്രാർത്ഥന, ആരാധന, പ്രാർത്ഥന. ഉറച്ച് വെളുപ്പിന് 5 മണിക്ക് ഉറച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഉറച്ചിരുന്ന് പാടും. അന്നേരം ഈ ഗുണ്ടെന്ന് പറഞ്ഞ മനുഷ്യൻ കുറച്ച് ദൂരമാണ്. ഈ മനുഷ്യൻ നമ്മുടെ 5 മണിക്കത്തെ പ്രാർത്ഥന കേട്ടിട്ട് ഈ മനുഷ്യൻ അവിടെ എഴുന്നേൽക്കുന്നത് പലപ്പോഴും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ 5 മണിക്ക് നിങ്ങളുടെ ഇവിടുത്തെ പ്രാർത്ഥന കേട്ടോണ്ട, ഭാവിയുടെയൊക്കെ പ്രാർത്ഥന കേട്ടോണ്ട ഞങ്ങൾ എഴുന്നേൽക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജോലിയിലാണെങ്കിലും പലപ്പോഴും ഭീഷണിയുമായിട്ട് വന്നിട്ടുണ്ട്. ശമ്പളം കിട്ടുമ്പോൾ പിടിച്ചു പറിക്കാനും, അല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. എന്നുവെച്ചാൽ ഗേറ്റില് അച്ഛൻ കള്ളുകൂടിയില്ല, അങ്ങനെയുള്ള യാതൊരു നീച പ്രവൃത്തികളില്ല. പക്ഷെ ആ ജോലിയുടെ സ്ഥലത്ത് ഒരു ഗേറ്റ്, അതൊരു റൂമാണ്. ആ റൂമിനകത്ത് അവിടെയുള്ള ആൾക്കാർ, കള്ളുകൂടിയന്മാരും വേറെ കള്ളുകൂടി തന്നെയാണെങ്കിലും കുഴപ്പമില്ല, എല്ലാ നീച പ്രവൃത്തികളും ചെയ്യുന്ന ആൾക്കാർ അവിടെ നടക്കുന്നതാ. പക്ഷെ അച്ഛൻ ചെന്നതിന് ശേഷം ഇതൊന്നും അച്ഛൻ്റെ ഡ്യൂട്ടിയിൽ അവിടെ അച്ഛൻ അനുവദിക്കത്തില്ല. അച്ഛൻ ഒരു വാക്ക് പറയത്തില്ല. അത്രയും നാൾ താമസിക്കുന്നെങ്കിലും ഒരു വാക്ക് പോലെ അവരോട് മിണ്ടാൻ പറ്റത്തില്ല, ഒന്നും മിണ്ടുകയില്ല. അവരെന്താ പറഞ്ഞാലും അച്ഛനും മിണ്ടത്തില്ല. അങ്ങനെ അവരങ്ങനെ കുറച്ച് കാലമൊക്കെ അവിടെ ചെന്നിരിക്കും. അച്ഛൻ്റെ ഡ്യൂട്ടി സമയത്ത് അവിടെ ചെന്നിരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് ചീട്ട് കളിക്കും, അവിടെ ഇരുന്നുകൊണ്ട് വല്ല കള്ളു കുടിക്കും, അവിടെ ഇരുന്നുകൊണ്ട് വല്ലൊക്കെ വെളിയിൽ ഉണ്ടാക്കി കഴിക്കും. ഇങ്ങനെയൊക്കെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല, അച്ഛനും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ദൈവത്തോട് അടുത്തിരുന്ന് പ്രാർത്ഥിക്കും. അപ്പനാ അവിടെ വിട്ടത്, പറയാമല്ലോ, നമുക്ക് പറയാം. നമ്മളൊരു കാര്യത്തിന് ഒരാൾ വിട്ടാൽ പറയാം, നിങ്ങൾ എന്നെ ഈ കാര്യത്തിന് വിട്ടെന്ന് നമുക്ക് പറയാം. എനിക്ക് പറയാനുണ്ടായിരുന്നു, എൻ്റെ അപ്പൻ എന്നെ വിട്ട, നീ പൊയ്ക്കോ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. അന്നേരം അപ്പൻ തന്നെ താങ്ങിക്കൊള്ളു. അങ്ങനെ അവർ ഒരു അക്ഷരം പോലും പറയാതെ തന്നെ ചില നാളുകൾ അവിടെ ഇരുന്നെങ്കിലും പിന്നെ അവരെ ചെറുക മാറാൻ തുടങ്ങി, അവിടുന്ന് മാറാൻ തുടങ്ങി. അന്നേരം ഞാൻ അച്ഛൻ്റെ അടുത്തോട്ട്, ഞാൻ എപ്പോഴും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഓടി അച്ഛൻ്റെ അടുത്തോട്ട് പോയിരിക്കും, ആ ജോലിയുടെ പോയിരിക്കും. അങ്ങനെ ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ, ഇവര് കുറെ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ ഈ പുള്ളിക്കാരനെ നമ്മുടെ സ്റ്റെപ്പോട്ട് ഇറങ്ങുമ്പോഴേ അവരവിടോട്ട് നോക്കും. വലിയ ഗുണ്ടകളാ, വലിയ ആഭാസന്മാരെ പറയുവാണെങ്കിൽ. ഞങ്ങൾ ആൾക്കാരെ ചെല്ലുമ്പോൾ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴേ പറയും ഭാവി വരുന്നു പോവാന്നും പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് സ്ഥലം വിടും. ദൈവം അത്ര വലിയവനാണെന്ന് അങ്ങനെ ആ ജോലിയിലും ഞങ്ങൾക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ അച്ഛൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം അവിടുത്തെ ഒരു മനുഷ്യനെ ഒരു കുപ്പി, കള്ളുകുപ്പി, വലിയൊരു കുപ്പി പൊട്ടിച്ചിട്ട് അച്ഛൻ്റെ നേരെ രാത്രിയുടെ യാമത്തിൽ അച്ഛനെ കുത്താനെ കൊണ്ട് ഓടി വന്നു. അച്ഛൻ ആ ജോലി ഇട്ടേച്ച് അവിടെ
അച്ഛൻ ഓടി അവിടെ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ആ കുപ്പി പൊട്ടിച്ച് ആ കുപ്പിയുമായിട്ട് അച്ഛൻ്റെ പുറകെ ഓടി. അച്ഛനെ കുത്താൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ അവിടുന്ന് ഓടി. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ മനുഷ്യൻ അവിടെ തന്നെ മയങ്ങി വീണു. പിന്നെ ആ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് മകനെ വിളിച്ചോണ്ട് വന്ന് പോകുകയായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ ആ മനുഷ്യൻ കുഞ്ഞാടായി. അച്ഛനെ കണ്ടു തോമസ് ഭയ്യ നമസ്തേ എന്ന് പറഞ്ഞിട്ട് മാത്രമേ പോവുകയുള്ളൂ. അങ്ങനെ പുലിയായിട്ട് വന്നവരെ എല്ലാം ദൈവം കുഞ്ഞാടാക്കി. തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്ന്. നമ്മുടെ ബുദ്ധിയല്ല, ദൈവം തരുന്ന ബുദ്ധിയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മിണ്ടാതെ തന്നെ തന്റെ ജോലി അവിടെ നിവർത്തിച്ചു കൊണ്ടേയിരുന്നു. അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ കൂടെ ജോലി ചെയ്ത വ്യക്തി, ഇവർ രണ്ടുപേരുമാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പുള്ളിക്കാരൻ ഒരു ദിവസം ഒരു ചുട്ടി വേണം. അങ്ങനെ അച്ഛൻ ഒന്ന് പറഞ്ഞു, തോമസ് എൻ്റെ എൻ്റെ ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ട്. അച്ഛൻ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പോകണം. അങ്ങനെ ആരാധനയ്ക്ക് ഞങ്ങൾ കടന്നു പോകേണ്ട കാരണം കൊണ്ട് പറഞ്ഞു പറ്റിയല്ല, ഞാൻ വരത്തില്ല. പോയില്ല, ആ ഡ്യൂട്ടിക്ക് കടന്നു പോയില്ല. കാരണം പുള്ളിക്കാരന് ഭയങ്കര വൈരാഗ്യം ഉണ്ടായി. ഞങ്ങൾ ആരാധനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ മടങ്ങി വന്നൊരു 4 മണിയായോടി പുള്ളിക്കാരൻ വീട്ടിന്റെ വാതുക്കൽ വന്ന് കുടിച്ച് വെളിവില്ലാതെ വീടിന്റെ വാതുക്ക വന്നിട്ട് നമ്മളെ പ്രാർത്ഥനയെ ചൊല്ലിയും ഹല്ലേലൂയ പറഞ്ഞും ഞങ്ങളെ കളിയാക്കിയും ദൈവത്തെ ദൂഷിച്ചും ഓരോന്ന് ഈ പുള്ളിക്കാരൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അവിടെ നിന്നുകൊണ്ട് അത് ഞങ്ങളെയും അവിക്കാതെ പറഞ്ഞ് ദൈവനാമത്തെയും ദൂഷിച്ച് ഹല്ലേലൂയ ഞങ്ങൾ പറയുന്ന പ്രാർത്ഥനയും പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരൻ വളരെ ഞങ്ങളെ കളിയാക്കി. പുള്ളിക്കാരൻ എന്നിട്ട് കടന്നുപോയി. അതിനുശേഷം പുള്ളിക്കാരനെ വീട്ടിൽ ചെന്നപ്പോഴത്തെ പുള്ളിക്കാരന്റെ ശരീരം മൊത്തം അങ്ങ് നീരായി, വേദനയായി ശരീരത്തെ. അത് വളരെ ബുദ്ധിമുട്ടായി പുള്ളിക്കാരൻ പല എങ്ങാണ്ടൊക്കെ കാണിച്ചു, ഒന്നും സൗഖ്യം കിട്ടിയില്ല. പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഞങ്ങളോട് ക്ഷമ ചോദിച്ചു. എന്നോട് ക്ഷമിക്കണമേ, ഞാൻ പറഞ്ഞതിനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു പുള്ളിക്കാരന് പറഞ്ഞു കഴിഞ്ഞ് പുള്ളിക്കാരൻ പോയി. പിന്നെ പുള്ളിക്കാരൻ അതിനുശേഷം പ്രാർത്ഥനയോട് അത് സൗഖ്യമായതിനു ശേഷം പുള്ളിക്കാരന് സൗഖ്യമായി ആ നിമിഷം തന്നെ. പിന്നെ പുള്ളിക്കാരൻ നമുക്ക് അനുകൂലമായി, നമ്മുടെ പ്രാർത്ഥനയോട് അനുകൂലമായി. പിന്നെ പുള്ളിക്കാരന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയും ഭാവി പ്രാർത്ഥിക്കണം. പുള്ളിക്കാരന്റെ ഭാര്യയാണേലും വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരത്തി എന്ത് വിഷമം ഉണ്ടെങ്കിലും പറയും ഭാവി പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയോടും നമ്മളോടും വളരെ അനുകൂലമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വളരെ സപ്പോർട്ടുമായിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെ ഇവിടെ ഈ റെയിൽവേ ക്വാർട്ടേഴ്സിൽ വരുന്നതിന് മുമ്പേ ഒരു ദർശനം കർത്താവ് എനിക്ക് തന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഒരു വലിയൊരു ഒരു നദി, അതിന്റെ തീരത്ത് ഒത്തിരി ആൾക്കാര്, നമ്മുടെ ആൾക്കാരല്ല, ഇവിടെയുള്ള ആൾക്കാര് ചെമ്പ് കൂട്ടി വലിയ ആഴി കൂട്ടി അതിനവിടെ ആഹാരം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, എല്ലാം അവർ ചെയ്യുന്നു. അങ്ങനെ ആ സൈഡിൽ കൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോയ സമയത്ത് അതിലൊരു സ്ത്രീയുണ്ട്. ഞങ്ങളുടെ അടുത്ത് തന്നെ താമസിക്കുന്നതായിട്ടാണ് ഞാൻ ആ സ്ത്രീയെ കാണുന്നത്. ആ സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ മുടിക്ക് ഇങ്ങോട്ട് പിടിച്ച് എന്നെ ചുറ്റിയച്ച് ഇവളായതിന് കാരണക്കാരി 3 പ്രാവശ്യം പറഞ്ഞിട്ട് അവർ കത്തിയെടുത്തു എന്നെ കുത്താൻ വേണ്ടിയിട്ട്, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എൻ്റെ മുടി വെള്ളോട്ട് പിടിച്ചു വെച്ചിട്ട് എന്നെ ഇട്ട് കറക്കുക അവര്. എന്നിട്ട് പറഞ്ഞു ഇവളാന്ന് 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഇവളെ കൊല്ലണമെന്ന് പറഞ്ഞു. ഇവര് കത്തി കയ്യിലെടുക്കുകയും ഞാൻ എന്ത് ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അവരുടെ കൈ ഞാൻ തട്ടി മാറ്റി വെച്ച് ഞാൻ ഓടുന്നതായിട്ട് ഒരു ദർശനം കണ്ടു. ഇത് ഞാൻ ദൈവസഭയ്ക്കകത്തും പറയും, ഞാൻ എന്തുവരും കണ്ടാൽ എൻ്റെ കുഞ്ഞുങ്ങളോടും പറയും, എൻ്റെ പ്രിയപ്പെട്ടവനോടും പറയും, എന്നെ സ്നേഹിക്കുന്നവരോട് ഞാൻ അത് പറഞ്ഞിരിക്കും. എന്നുവെച്ചാൽ അവരും അത് അറിയണം, അത് പ്രാർത്ഥിക്കണം അതിനായിട്ട്. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഈ ക്വാർട്ടേഴ്സിലേക്ക് കടന്നു ചെല്ലുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സഭയിലെ ഒരു പെൺകുട്ടി അവൾക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്നാനത്തിന് അവിടെ ഞങ്ങൾ താമസിക്കുന്ന കുറച്ച് ദൂരെയായിട്ട്, ക്വാർട്ടേഴ്സിന് കുറെ ദൂരെയായിട്ട് ഒരു നദിയുണ്ട്. ആ നദിയില് ഞാനും അച്ഛനും കൂടെ കടന്നു ചെന്ന് ഇങ്ങനെ വെള്ളം നോക്കി. അന്ന് വറവിന്റെ സമയമാണ്, വലിയ വെള്ളമൊന്നുമില്ല അവിടെ. ഞങ്ങളിങ്ങനെ നോക്കി ഇത് എവിടെയാണ് ആഴമുള്ളത്, എവിടെയാണ് സ്നാനത്തിനും നമുക്ക് അവിടെ കുഞ്ഞിനെ ഡ്രസ്സ് മാറാനൊക്കെ വേണമല്ലോ എന്ന് വെച്ച് ഞങ്ങൾ അവിടെ ഇങ്ങനെ മേളീന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നദിയുടെ ഇറമ്പിൽ കൂടി ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ നോക്കി വരിക. നോക്കി വന്ന് ആരോ ആൾക്കാർ അപ്പുറത്ത് വന്നുകൊണ്ട് ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളത് കാണുന്നില്ല. അങ്ങനെ ഞങ്ങളിഞ്ഞു പോന്നു. അത് കഴിഞ്ഞ് സ്നാനത്തിന്റെ ദിവസമായി. ആ സ്നാനത്തിന്റെ ദിവസം സ്നാനവും കഴിഞ്ഞു. നമ്മളിങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മറച്ച് ആ പെൺകുട്ടിയെ
നമ്മൾ ഡ്രസ്സ് മാറിച്ച് നമ്മൾ നമ്മുടെ സഭയിലേക്കും വീട്ടിലേക്കും നമ്മളിങ്ങി പോകുന്നു. അതിനുശേഷം അവർക്കത് ഭയങ്കര വിരോധമായി, അവർക്കത് ഭയങ്കര ദേഷ്യമായി. അവരെല്ലാവരും കൂടെ ആൾക്കാരെല്ലാം കൂടെ കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ അറിയുന്നില്ല. അന്നേരം ദീപാവലി അടുത്ത് വരുന്ന സമയമാണ്. അവരുടെ ത്യോഹാറിന്റെ സമയത്ത് അവരൊന്നും ചെയ്യത്തില്ല. അതിനു മുമ്പ് ഇവരെന്ത് ചെയ്തു? ഇവർ കൂടി ആലോചിച്ചിട്ട് അവരുടെ മനസ്സിൽ വല്ല പ്ലാനുകൾ ഇട്ടുകൊണ്ട് ഇവരാദ്യം ജയ്പൂരിൽ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഈ സ്വന്തം കൂട്ടുകാരനോ അച്ഛനോട് സ്നേഹിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരെ മാസങ്ങളായിട്ടും ഒരക്ഷരം പോലും ഇവര് മിണ്ടുന്നില്ല. തോമസ് ഇങ്ങനൊരു സംഗതി ഉണ്ടെന്നൊന്നും. പക്ഷെ ഇവർക്കും അതിൽ അനുകൂലമായിരുന്നു, നമുക്കെതിരായിരുന്നു. അതുകൊണ്ട് അവർ മിണ്ടാതിരുന്നത്. കേസ് കൊടുത്തു, ഞങ്ങളിത് അറിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ആദ്യം താമസിച്ചെടുത്ത് 4-5 കിലോമീറ്റർ ദൂരമാണ് നമ്മളിപ്പം താമസിക്കുന്നിടത്തുനിന്ന്. ദൂരെയാ. അവിടെ ഞാനും മോളും കൂടെ, ഞങ്ങൾ രണ്ടും കൂടെ അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു പോയി. അന്നേരം മോനും അച്ഛനും മാത്രമേ ഉള്ളൂ ഇവിടെ. അച്ഛൻ ഡ്യൂട്ടി സമയത്ത് അച്ഛൻ ഡ്യൂട്ടി സമയത്ത് അന്ന് ഉച്ചയ്ക്ക് വന്ന് ആഹാരം കഴിക്കാൻ സമയം കിട്ടാഞ്ഞുകൊണ്ട് ചെന്ത് ചെയ്തു. ഒരു 4 മണി ആയപ്പം വന്ന് ആഹാരം കഴിക്കാൻ ഇങ്ങനെ ചോറെടുത്ത് ഇങ്ങനെ വായിലോട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ ആൾക്കാർ വന്ന് ക്വാർട്ടേഴ്സിന് മുന്നിൽ വന്ന് നിന്നിട്ട് അച്ഛനെ വിളിക്കുന്നു. അച്ഛൻ ഇറങ്ങിച്ചെല്ലി അച്ഛൻ്റെ കൊങ്ങായിക്ക് പിടിച്ച് അച്ഛനെ വട്ടം കറക്കുക കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുക. നിന്നെ കൊല്ലും എന്നും പറഞ്ഞ് അവര് അങ്ങനെ അച്ഛനോട് ഇവരിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇങ്ങനെ അച്ഛൻ്റെ കൊങ്ങായിക്ക് പിടിച്ചോണ്ടിരിക്കുമ്പോഴേ അച്ഛൻ്റെ സൂപ്പർവൈസർ അങ്ങ് ദൂരെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് അവർ കടന്നു വരിക. കടന്നു വന്നുകൊണ്ട് ഈ ആൾക്കാർ നിങ്ങൾ എന്തോ ചെയ്യുന്നത്? അവൻ പറഞ്ഞ കാര്യം പറഞ്ഞു. ഇവന് ഇപ്പം തൊട്ട് പോയേക്കരുത്, തോമസിനെ ഇപ്പം തൊട്ട് പോയേക്കല്ലേ, അവൻ അവൻ ജോലിയിലിരിക്കുന്നവനാ, നിങ്ങൾക്ക് പ്രശ്നമാകും. ജോലി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണേലും അവനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവന്മാരും അങ്ങ് പോയി. ജോലിയില്ല, അവർക്ക് പ്രശ്നമുണ്ടാവും, സർക്കാർ ജോലിയാ, പ്രശ്നം ഉണ്ടാവും. അതൊക്കെ ആക്കിക്കൊണ്ട് അവർ അച്ഛനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നിന്റെ ക്വാർട്ടേഴ്സിന് തീ വെച്ച് കളയുമെന്ന് പറഞ്ഞിട്ട് അവന്മാരങ്ങ് പോയി മാറി നിന്നു അങ്ങ് പോയി. അന്നേരം ഞാനും മോളും കൂടെ അവിടുന്ന് വന്നുടനെ ഈ വിഷയം എന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാൻ കുഞ്ഞുങ്ങളെ വിളിച്ച് നീ വീണ്ടും പൊക്കോളാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? അച്ഛൻ അവിടുന്ന് ക്വാർട്ടേഴ്സിന് ആ ഡ്യൂട്ടി സ്ഥലത്ത് തന്നെ അച്ഛനും അവിടെ പോയി നിന്നത്. അച്ഛൻ അവർ പറഞ്ഞിരിക്കുന്ന സമയം കൊല്ലുമെന്ന 6 മണിക്ക് കൊല്ലുമെന്ന്, ഡ്യൂട്ടി കഴിഞ്ഞ കൊല്ലുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? പോകാതിരിക്കാൻ പറ്റുമോ? പൊക്കോളാൻ പറഞ്ഞു. ക്വാർട്ടേഴ്സിൽ കിടന്ന അവന്മാരെ ഒന്നീ ക്വാർട്ടേഴ്സ് തീ വെക്കും, അല്ലെങ്കിൽ ഞങ്ങളെയും എന്തുവേലും ചെയ്യും, അല്ല എന്തുവേലും അവിടെ നടക്കും അവന്മാർ. അത്രയും മനുഷ്യരെ അത്ര ദേഷ്യം അവർക്കെന്ന് വെച്ചാൽ അവരുടെ നദിയിലാണ് ഈ സംഭവം നടന്നത്. അവർ കേസ് കൊടുത്തിരിക്കുന്ന വിഷയം ഇതാണ്, അവരുടെ നദി അശുദ്ധമാക്കി. ഞങ്ങളെ അവിടെ അടുത്തൊരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിൽ ചെന്ന് ഞാനും അച്ഛനും കൂടെ കടന്നു ചെന്ന് ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നിട്ട് ഞങ്ങൾ പലതും അവിടെ ചെയ്തു എന്നാണ് കേസ് അതിൽ പോയിരിക്കുന്നത്. അതാ ജയ്പൂരിലെ കേസിലെ വിഷയം, അതാ പരാതി കൊടുത്തിരിക്കുന്നത്. അതാ അങ്ങനെ ഞങ്ങളെ തിരിച്ചങ്ങ് പറഞ്ഞു വിട്ടു. അച്ഛനെ ഗേറ്റിലും പോയി അവിടെ ഇരുന്ന് അവന്മാരും അപ്പുറത്ത് നിൽപ്പുണ്ട്. ഞങ്ങൾ പോയിട്ട് എന്ത് ചെയ്തു? അവിടെ പോയി നിന്ന് ഞങ്ങൾ രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചു, ഉറങ്ങിയിട്ടില്ല, കിടന്നിട്ടില്ല. രാത്രി മൊത്തം ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നുണ്ട്. എന്നിട്ട് രാവിലെ കുഞ്ഞിനോട് പറഞ്ഞു, മോനോട് പറഞ്ഞു, അന്ന് കയ്യിൽ മൊബൈലോ അങ്ങനെ അറിയിക്കത്തക്കണുള്ള യാതൊരു കാര്യങ്ങളും വന്ന ആ സാഹചര്യം ആരുടെയും ഇല്ല. അന്നേരം ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. അവിടെ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞിട്ട് ഗേറ്റിലേക്ക് ഫോൺ ചെയ്തിട്ട് അച്ഛൻ്റെ ശബ്ദം കേൾക്കാമല്ലോ, അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം, എന്ന് ചോദിക്കാം. അതിനുവേണ്ടി മോനെ പറഞ്ഞ് അവിടെ സ്റ്റേഷൻ അവിടെ വിട്ടേച്ച് മോൻ അവിടെ ചെന്ന് ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ അച്ഛൻ്റെ ശബ്ദമുണ്ടോ? അച്ഛൻ്റെ ശബ്ദം അവിടെ കേട്ട. അന്നേരം ഞങ്ങൾക്ക് ഒരു ആശ്വാസം. അത് അങ്ങനെയാണ് ഞങ്ങൾ അവിടെ മടങ്ങി വരുന്നത്. അന്നേരം ഈ 6 മണി ആകുന്നതിന് മുമ്പേ വലിയൊരു ദൈവപ്രവൃത്തി അവിടെ കർത്താവ് ചെയ്തു. എന്നുവെച്ചാൽ ഇവന്മാര് അച്ഛനെ കൊല്ലാൻ വന്ന വ്യക്തികള് 10 വർഷം മുമ്പ് എന്തോ വലിയൊരു കേസില് ഇങ്ങനെ പോലീസ് അവരെ തപ്പി നടക്കുക, അതുവരെ കിട്ടിയിട്ടില്ല. എന്തോ വലിയൊരു കേസില് അവരകപ്പെട്ട് നടക്കുക. അത് നമുക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ആ ഒരു നിമിഷം ഈ 6 മണിയാകുന്നതിന് മുമ്പേ കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്തു. അവരെ അതിലെ പോലീസ് കൊണ്ടുപോയത് അവരെ ചെരുപ്പ് കൊണ്ട് മാല അണിയിച്ച് തല മുടിയെല്ലാം കളഞ്ഞ് മുട്ടയടിച്ച് അവരുടെ മുഖത്ത് കരി വാരി തേച്ച് അങ്ങനെയാണ് അവരെ പോലീസിന്റെ അകമ്പടിയോടുകൂടി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനായിട്ട് കൊണ്ടുപോയത്. ആ പോകുന്ന വഴിയിൽ അതിലെ പോകുമ്പോൾ അച്ഛനെ കണ്ട് അവർ തല കുനിച്ച് അവർ കടന്നുപോയി. അവര് പോയി കഴിഞ്ഞ ഉടനെ അവരെ കണ്ടിട്ട് ആൾക്കാര് ഞങ്ങൾക്കെതിരായി നിന്നവരെ, ഞങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞ മറ്റുള്ള ഞങ്ങളുടെ അയൽവക്കക്കാർ, ഞങ്ങളോട് വിരോധമായിരുന്നവരെ, അവിടുത്തെ ഗുണ്ടകൾ ഓടി വന്ന് പറയുക, വീട്ടിൽ വന്ന് ഓടി ആവേശത്തോടെ ഓടി വന്നത്, തോമസ് ഭായി കണ്ടോ, നിങ്ങൾ അവരെ ഇതുപോലെ പോലീസ് കൊണ്ടുപോയി കണ്ടോ, നിങ്ങളുടെ ദൈവം വലിയ ദൈവമാ ഭാവി തോമസ് ഭായി എന്ന് പറഞ്ഞിട്ടാ ആ മനുഷ്യൻ അവിടെ നിന്ന് കടന്നു പോയത്. അതിനുശേഷം
ഗേറ്റ് വിടുന്നിടം വരെ അവരെ അവിടുന്ന് വിട്ടിട്ടില്ല. അവരെ അങ്ങനെ ജയിലിലാക്കി. ഞങ്ങൾ റിട്ടയർമെന്റ് ആകുന്ന നാൾ വരെ അവർ ആ ജയിലിലാണ്. അതിന് ഞങ്ങൾ റിട്ടയർമെന്റ് ആകുന്ന 2013 ഞങ്ങൾ റിട്ടയർമെന്റ് ആകുന്നത്. അതിനും ഇടയ്ക്കൊക്കെ അവിടുത്തെ ആൾക്കാർ വന്നിരുന്ന് പറയും, ഇപ്പോഴും നിങ്ങളെ കൊല്ലാൻ വന്നവർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു, ഇതുവരെ അവരെ വിട്ടിട്ടില്ല. പല പ്രാവശ്യം ഞാൻ ഇരിക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ റിട്ടയർമെന്റ് ആകുന്ന 2013 ഞങ്ങൾ റിട്ടയർമെന്റ് ആകുന്നത്, അതുവരെ അവരും ആ ജയിലിൽ കിടന്നു. ഞങ്ങൾ റിട്ടയർമെന്റ് ആയി വണ്ടി കയറുന്നു, അവരെയും ജയിലിൽ നിന്ന് പുറത്താക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോഴേ ഞങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമാണ്, ഞങ്ങൾക്ക് സുവിശേഷം അറിയിക്കണം, ഇവരോട് സുവിശേഷം അറിയിക്കണം, ട്രാക്ട് കൊടുക്കണം, പ്രാർത്ഥിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുവെങ്കിലും ഇങ്ങനെയുള്ളൊരു വാഞ്ച ഞങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഞങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെ ഗ്രാമങ്ങളിൽ എല്ലാവരും, പിന്നെ ഞങ്ങൾക്ക് അവിടെ ഫ്രീഡമായി, പിന്നെ യാതൊരു പ്രശ്നവും ഞങ്ങൾക്ക് അവിടെ ഇല്ല. പിന്നെ ധൈര്യമായി, ഒന്നുകൂടെ ധൈര്യമായി, ആത്മാവിൽ ബലപ്പെടാനിടയായി. ആൾക്കാർക്കെല്ലാം ഞങ്ങളോട് വളരെ ദൈവത്തെ, ഞങ്ങളെയല്ല ദൈവത്തെ ഭയപ്പെട്ടവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികൂലങ്ങളെല്ലാം ഞങ്ങളുടെ മാറിയിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്നു. ഭയങ്കര താല്പര്യമായിരുന്നു ഞങ്ങളോട്. ഞങ്ങൾ പിന്നെ പ്രാർത്ഥിച്ചാലോ പോയാലോ എടുത്താലോ ഒന്നിലും അവർക്കൊരു പ്രശ്നവുമില്ല. എങ്ങനെ അവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തെ കാണുന്ന പോലെ നമ്മളെ പിന്നെ അവർ കാണുന്നത്. അങ്ങനെ അവിടുത്തുകാർ. അതുകൊണ്ട് ഞങ്ങൾ വീടുകളിൽ കയറി സുവിശേഷം പറയുകയും അവിടെ ചെന്ന് ഞങ്ങൾ ചായ കുടിക്കുകയും അവരുടെ അന്നേരം തന്നെ അവർക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കേത്തിൽ നിന്ന് ഓറഞ്ച്, ഇങ്ങനെ കപ്പലണ്ടി, ഇങ്ങനെയുള്ളതെല്ലാം കേത്തുകൾ അവിടെ ഉള്ളത് ആ വയലിൽ. അവിടെ നിന്നെല്ലാം ഞങ്ങൾക്കെല്ലാം പറിച്ചു തരിക. ഞങ്ങൾ പോയി അവരുടെ കേത്തിൽ തന്നെ പോയി എല്ലാം പറിച്ചെടുക്കുകയല്ല. അത്ര ഒരു സ്നേഹബന്ധമായിരുന്നു. എന്നുവെച്ചാൽ ദേശവും ഗ്രാമങ്ങളും വളരെ ദൂരെയുള്ള ഗ്രാമങ്ങളോ ഉള്ള ആൾക്കാർ വരെ പിന്നെ ദൈവത്തെ ഭയപ്പെട്ടു. ഞങ്ങളെ വളരെ സ്നേഹമായിരുന്നു അവിടെ. അങ്ങനെ അവിടെ അന്നും ഞങ്ങൾക്ക് കർത്താവിന്റെ വേല, അതിനുശേഷം ഒക്കെ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം ആയിരിക്കാൻ ദൈവം സഹായിച്ചു. അവിടെ ആൾക്കാരൊക്കെ, ഞാൻ ക്വാർട്ടേഴ്സിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേ അവിടുത്തെ റൂട്ടിലുള്ള ആൾക്കാരൊക്കെ വെള്ളം എടുക്കാൻ വരുമ്പോൾ എൻ്റെ ഉറച്ചുള്ള പ്രാർത്ഥനയുടെ ശബ്ദം അവർ കേൾക്കുന്നത്. അവർ വന്ന് ആ ബക്കറ്റ് അവിടെ വെച്ചിട്ട് തിരിച്ച് മിണ്ടത്തും അവരൊന്ന് കൊട്ടി വിളിക്കുകയാട്ടോ, ഒന്നും ഡിസ്റ്റർബ് ചെയ്യാട്ടോ ഒന്നും ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും, ചെന്നിട്ട് പറയും ഭാവി പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞെടുക്കാന്ന് പറഞ്ഞിട്ട് അവർ കടന്നു പോകും. അങ്ങനെ ദൈവത്തിന്റെ നാമം അവർക്ക് വളരെ അവർ രുചിച്ചറിഞ്ഞു. അവർ കൊല്ലാൻ വന്നവരെ, അവർ ഞങ്ങളെ ഭാരപ്പെടുത്തിയവരെ എല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ ദൈവം വലിയ ദൈവമാണ്. അങ്ങനെ ദേശവും ആ ഗാവും അവിടുള്ള ചുറ്റുപാടും എല്ലാം ദൈവം ആരെന്ന്, ജീവനുള്ള ദൈവം ആരെന്ന് അവർക്ക് മനസ്സിലായി. അത് കാരണം ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിലും അവിടുത്തെ 13 വർഷം അവിടെ താമസിച്ചെങ്കിലും ആ ഒരു ജീവിതമൊക്കെ ഞങ്ങൾക്കും പിന്നെ തുടർന്നു വളരെ അനുഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു. അവിടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് അതിനോടടുത്ത് ചെറുതായിരുന്നു, നല്ലൊരു മിറ്റമുണ്ട് അവിടെ. അന്നേരം ഞങ്ങൾ അന്ന് ആദ്യം ഇവിടെ വന്ന് കാണാൻ വരുമ്പം തന്നെ ഈ ക്വാർട്ടേഴ്സ് കാണുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു താല്പര്യം വന്നു. ഞാൻ ചേട്ടനും പറഞ്ഞു, കുഞ്ഞുങ്ങളോടും പറഞ്ഞു, നമുക്കിവിടെ ഒരു കൺവെൻഷൻ നടത്തണം. പക്ഷെ അതിനുള്ള അനുകൂലമുണ്ടെന്ന് അന്ന് ആദ്യമൊന്നും ഞങ്ങൾക്ക് വിചാരിച്ചതെന്ന് വെച്ചാൽ എല്ലാം അനുകൂലമല്ലേ അവിടെ, ആൾക്കാർക്കെല്ലാം ഇതെല്ലാം ഞങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ഈ ഒരു ആഗ്രഹം എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിന് ഞങ്ങൾ റിട്ടയർമെന്റ് ആകുന്നതിന് മുമ്പ് ഈ ഒരു തീരുമാനത്തിലേക്ക്, അന്നേരം അച്ഛൻ 2013 റിട്ടയർമെന്റ് ആകുന്നത്, അതിന് 2 ദിവസം മുമ്പേ ഇല്ലേ, 2 ദിവസം മുമ്പേ ഞങ്ങൾക്ക് ഈ താല്പര്യം. അന്നേരം ഞങ്ങള് കൺവെൻഷൻ വെച്ചു. ബോംബെയിൽ നിന്നൊരു ദൈവദാസനെ, ഹിന്ദിയിൽ നന്നായി പറയത്തക്കണുള്ള ദൈവദാസനെ ഞങ്ങൾ ബോംബെയിൽ നിന്ന് വരുത്തിയിട്ട് കൺവെൻഷൻ വെച്ചു. കൺവെൻഷൻ വെച്ചിട്ട് ആ ഗ്രാമങ്ങളിലുള്ള എല്ലാവരും, ഞങ്ങൾക്ക് പ്രതികൂലമായിരുന്നവരെ അവരെല്ലാവരും, ഞങ്ങളുടെ അയൽവാസികളെ, കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പഠിച്ച ടീച്ചേഴ്സ്, അവിടെയുള്ള അങ്ങനെ അനേകം ആൾക്കാരെ കടന്നു വന്ന് ആ കൺവെൻഷനിൽ ആ ദൈവവചനം കേൾക്കുവാനും കൺവെൻഷൻ അവർക്ക് പങ്കാളിയാകുവാനും സഹായിച്ചു. എന്നിട്ട് അവിടെ ഞങ്ങൾ ഈ ജീസസ് പോലൊക്കെയുള്ള ഒരു ദേശസാഗർ എന്ന് പറയുന്ന ഒരു ഫിലിം, ജീസസ് പോലെ തന്നെയാണ് യേശുവിന്റെ ജന്മം മുതൽ ക്രൂശീകരണം വരെയുള്ള ഇതായിരുന്നു. അതും അവരെ കണ്ട് അവരെല്ലാം വളരെ ആകാംക്ഷയോടെ ആ ദേശസാഗർ അതും കണ്ട് ആ ഫിലിമും കണ്ട് അവരാഹാരവും കഴിച്ച് വളരെ ദൈവവചനം എങ്ങനെ പറയണോ അതുപോലെ പറഞ്ഞ ദൈവദാസന് ആ ദൈവവചനം ശ്രവിച്ച് അവരെ മടങ്ങിപ്പോയി. അങ്ങനെയാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ ആകുന്ന ഒരു പശ്ചാത്തലം ആ ദേശത്തുണ്ടായത്. ഒന്ന് ദൈവത്തെ ഭയപ്പെട്ടു, ദൈവം ആരെന്ന് അവർക്ക് മനസ്സിലായി. പ്രതികൂലമായിരുന്നവര് ഞങ്ങൾക്ക് അനുകൂലമായി. എന്തുകൊണ്ട്? ദൈവത്തിന്റെ നാമത്താല്. ശലോമോന് ദൈവത്തിന്റെ നാമത്താൽ ദേശത്ത് കീർത്തി വന്നെന്ന് പറഞ്ഞതുപോലെ, അറിയപ്പെട്ടതുപോലെ
ദൈവത്തിൻ്റെ നാമം ആ ദേശത്തും അനേകം ഗ്രാമങ്ങളിലും അനേകർക്കും അത് മനസ്സിലാക്കുവാൻ അവിടെ സാധിച്ചു. അത് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയായിരുന്നത്. അതിനോടുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ നാട്ടിൽ കടന്നു ചെന്ന് കുഞ്ഞുങ്ങളുടെ വിവാഹം മോന്റെ വിവാഹം കഴിഞ്ഞു. മോൻ കർത്താവിന്റെ വേലയിൽ വടക്കേണ്ടിയുടെ ദേശത്തായിരിക്കുന്നു. മോടെ വിവാഹം കഴിഞ്ഞു, അവള് നാട്ടിലായിരിക്കുന്നു. ഞങ്ങളും 10 വർഷമായിട്ട് ഞങ്ങൾ നാട്ടിലായിരിക്കുന്നു. നമ്മുടെ വലിയവനായിരുന്ന ദൈവം ആരാണെന്ന് ദേശം അറിഞ്ഞു. ആ ദേശക്കാർ തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ റിട്ടയർമെന്റ് ആയി പോയപ്പം പറഞ്ഞു, ഞങ്ങളുടെ ദേശത്തിന്റെ ദേവി പോവാന്ന്. കാര്യം എന്ന് വെച്ചാല് പ്രാർത്ഥിക്കുന്നവർ അവിടെ ആരാധനയൊക്കെ ആർത്തിയ. അവര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരൊക്കെ ദേവിയാണെന്നാ പറയുന്നത്. അങ്ങനെ അവര് പറഞ്ഞു, ശദ്രക് മേശാഖ് അബേദ്നെഗോവിന്റെ ദൈവം വലിയ ദൈവമാണെന്ന് പറഞ്ഞത് നെബൂഖദ്നേസർ രാജാവാണ്. ആ രാജാവിന് മനസ്സിലായി ഈ ബാലന്മാരുടെ ദൈവമാണ് ഏറ്റവും വലിയ. എന്താന്ന് ചോദിച്ചാൽ തീച്ചുളയുടെ നടുവിലിട്ടപ്പോഴും 7 മടങ്ങ് വർദ്ധിച്ചപ്പോഴും ആ തീച്ചുളയുടെ നടുവിൽ ഈ ബാലന്മാർ കിടക്കുമ്പോൾ രാജാവ് നോക്കി രാജാവിനെ നമസ്കരിക്കാഞ്ഞത് കൊണ്ട് ഇവരെ പിടിച്ച് തീച്ചുളയ്ക്ക് നടുവിലിട്ടു. ഇവര് തീർന്നെന്ന് കരുതി, രാജാവും കരുതി, മറ്റുള്ളവരും കരുതി. പക്ഷെങ്കിൽ ഇല്ല, 4-മനാകുന്ന ദൈവം അവിടെ ഇറങ്ങി വന്നിട്ട് അവരെ അവരുടെ തീയുടെ മണം അവരുടെ മുടിയിൽ പോലുമില്ല, തീയുടെ മണം പോലും അവർക്ക് ഉണ്ടായിട്ടില്ല. അന്നേരം ഈ രാജാവ് എന്നിട്ട് അതിശയത്തോട് പറയുന്നു, നിങ്ങളുടെ ദൈവം വലിയ ദൈവമാണ്, നിങ്ങളുടെ ദൈവം വലിയവനാ, ഈ ദൈവത്തെ പോലെ വേറെ ആരുമില്ല എന്ന്. ആ നെബൂഖദ്നേസർ രാജാവ് അത്രയും ജനങ്ങളുടെ നടുവില് രാജാവായിരുന്നിട്ട് ഇവരെ കണ്ടിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് പറയുന്നു, 3 പേരെ ഇട്ട് നാലാമനാകുന്ന ദൈവം തീച്ചുളയുടെ നടുവിൽ ഇറങ്ങി വന്നു. അതുപോലെ ഞങ്ങളുടെ ദേശവും പറഞ്ഞു, നിങ്ങളുടെ ദൈവമാ വലിയവൻ. ഇത്രയും അത്ഭുത പ്രവൃത്തി കാണാനും ഇത്രത്തോളം ആ ദൈവത്തിന്റെ വീര്യപ്രവൃത്തി കണ്ട ജനങ്ങളെ പറഞ്ഞു, നിങ്ങളുടെ ദൈവം വലിയ ദൈവമാ, ഇതുപോലെ വേറൊരു ദൈവമില്ല. അങ്ങനെ ജനം ഞങ്ങൾ പോരുമ്പോൾ അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങളെ പറഞ്ഞയച്ചു. ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ദൈവം നമ്മുടെ ദൈവം അന്ന് ജനം അറിയുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ അവിടെ ഉപയോഗിച്ചു. ആ ദൈവം എന്നും നേക്കും നമ്മുടെ ദൈവം തന്നെ വിശ്വസ്തനാണ്, നമ്മളെ പരിപാലിക്കുന്നവനാണ്. ആ ദൈവത്തിന് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര പിന്തുടരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശ്രമിച്ച എല്ലാവരെയും ദൈവം ഒരു പ്രാവശ്യം കൂടെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു.